بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. الحمد لله والصلاة والسلام على رسول الأمين وآله وصحبه أجمعين. أما بعد, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, ഇത്തിരി സമയം ഞാൻ ഉംറ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ്. ദബാമിലും ജുബൈലിലും അൽക്കോബാറിലും ഒക്കെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചക്ക് ഇവിടെ ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിയാണ്. ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോവാണ്. അതിനിടയിലുള്ള ഒരു ഇത്തിരി സമയമാണ് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി കിട്ടിയത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ധാരാളം പരിപാടികളുമായി പോവുകയും തണുപ്പ് ഒക്കെ കൊണ്ട് ഇത്തിരി സംസാരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇന്ധനം തീർന്നിട്ടുണ്ട്. ഇന്നിവിടെ വന്ന് ഇറങ്ങി, ദമാമെന്ന് ഇവിടെ വന്ന് ഇറങ്ങി, ഉച്ചക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ച് ഒരു പരിപാടി കഴിഞ്ഞ് രണ്ടാമത്തെ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് മൂന്നാമത്തെ പരിപാടിയാണിത്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തോ ഒരു പരിപാടിന്റെ കഷ്ണം കൂടി ബാക്കിയുണ്ടെന്ന് ഫൈസലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ ഈ ഇരുത്തവും ഈ നിറഞ്ഞ സദസ്സും നിങ്ങളുടെ ഈ ആവേശവും ഒക്കെ എൻ്റെ ഉള്ളിലെ ഊർജത്തെയും ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങള് മക്കളുമായി ബന്ധപ്പെട്ടത് സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഫൈസലൊക്കെ പറഞ്ഞ സമയത്തിന് മുമ്പേ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. മക്കളെ വളർത്തുമ്പോൾ രക്ഷിതാക്കൾ അറിയേണ്ട ചില പ്രധാന കാര്യങ്ങൾ, അത് മാത്രം ആ ഒരു വിഷയത്തിനുള്ളിൽ ഒതുക്കി നിന്നുകൊണ്ട് അത് സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒന്നാമത്തെ കാര്യം, മക്കള് വലിയ അനുഗ്രഹമാണ്. ഓരോ മക്കൾക്കും മക്കള് വളരെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എന്നത് ഓരോ രക്ഷിതാവിനെ സംബന്ധിച്ചും നമുക്ക് കിട്ടിയ നിരവധി അനുഗ്രഹങ്ങളിൽ ഒന്ന്. പക്ഷെ സൗദി അറേബ്യയിൽ പോലും ഇപ്പോ മക്കൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ വിഷമമുണ്ട്. സ്കൂളുകളിൽ പോലും പല പ്രശ്നങ്ങളും പണ്ടില്ലാത്ത വിധത്തില് സൗദിയിലെ സ്കൂളിലേക്ക് പോലും കടന്നു വരുന്നു എന്ന് നമ്മൾ അറിയുന്നു. കുട്ടികൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. മക്കളുടെ അവസ്ഥ നോക്ക് നിങ്ങൾ. ഇത് 2018 നവംബർ 4-ാം തീയതി ഞായറാഴ്ച കേരളത്തിലെ മുഖ്യധാരാ പത്രം റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാ. ആ ന്യൂസിൽ പറയുന്നു, വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളുടെ ആത്മഹത്യ പിന്നിൽ സമൂഹ മാധ്യമങ്ങളിലെ മരണ ഗ്രൂപ്പ് എന്ന് പോലീസ്. 3 കുട്ടികളാണ്. മുഹമ്മദ് ഷമ്മാസ്, ഷിബിൻ, നിസാം. 3 കുട്ടികൾ അവര് മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പോയി എന്ന് പത്രം പറയുന്നു. 17 വയസ്സ് വരെ ഒരു കുട്ടിയെ പോറ്റി വളർത്താനുള്ള കഷ്ടപ്പാട് മക്കളെ വളർത്തിയ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ കുട്ടികൾ എത്ര ലാഘവത്തോടെയാണ് മരണത്തെ കണ്ടത് നിങ്ങൾ അറിയണം. എത്ര ലാഘവത്തോടെ എന്നറിയോ നിങ്ങൾ? എന്ത് സിമ്പിൾ ആയിട്ടാണെന്നറിയോ നിങ്ങൾ മരണത്തെ കണ്ടത്? എന്തോ കൊടുക്കാൻ മറന്നുപോയി കുട്ടികൾക്ക്. നോക്കൂ നിങ്ങൾ, ആ കുട്ടികളാണിത്, ആ മരിച്ച കുട്ടികളാണിത്. ഇൻഷാ അല്ലാഹ് വരും പെട്ടെന്ന് തന്നെ നിന്റെ അടുത്തേക്ക്. മരിച്ചു കഴിഞ്ഞ ഒന്നാമത്തെ ചെറുക്കൻ മരിച്ചപ്പോ രണ്ടാമത്തെ ചെറുക്കനിട്ട പോസ്റ്റാ, ഇൻഷാ അല്ലാഹ് വരും പെട്ടെന്ന് തന്നെ നിന്റെ അടുത്തേക്ക്. വാട്സപ്പിൽ ഈ ചെക്കനയച്ച പോസ്റ്റ്. 2 കുട്ടികള് എങ്ങോട്ടായി പോയേ? അവർ ചിന്തിച്ചില്ല. 17 വയസ്സ് വരെ മക്കളെ വളർത്തിയിട്ട് കൊടുക്കേണ്ട എന്തോ കൊടുക്കാൻ മറന്നതിന്റെ ഫലാണ്. ഇപ്പോഴാ ഈ സങ്കടം തീരുക. ബാപ്പാന്റെ മസിലുകൾക്ക് ശക്തി കുറയുമ്പോ മക്കളുടെ മസില് ശക്തി കൂടുമ്പോ 17 വയസ്സുള്ള മകൻ ഇനി എനിക്ക് താങ്ങാവുമെന്ന് കരുതി നിൽക്കുമ്പോ ഇതുപോലെ മക്കൾ ആത്മഹത്യയിലേക്ക് പോകുമ്പോ ആരാണ് പ്രിയമുള്ളവര്
സങ്കടപ്പെടാതിരിക്കുക. ഓരോന്നും നോക്കും നിങ്ങൾ. അമ്മയെ അടിച്ചു കൊന്നു കാത്തിരുന്നുണ്ടായ മകൻ. 2018 ജൂലൈ 16 തിങ്കളാഴ്ചയിലെ പത്രവും. അടിച്ചു കൊന്നത് കാത്തിരുന്നുണ്ടായ മകൻ. ചിന്തിച്ചു, എന്തൊരു കഷ്ടം. 64 വയസ്സുള്ള അമ്മയെ കൊന്നത് 24 വയസ്സുള്ള ചെക്കൻ. എങ്ങനെ കൊന്നത്? തല ഭിത്തിയിലിടിപ്പിച്ചതിന്റെയും നെഞ്ചിൽ മർദ്ദിച്ചതിന്റെയും സൂചനകൾ മൃതദേഹത്തിലുണ്ടെന്ന് പോലീസ്. അവന് വേണ്ടി ഉറക്കമൊഴിച്ച, അവന് വേണ്ടി ചിന്തിച്ച, അവന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച അമ്മന്റെ തല അവൻ ഭിത്തിയിലിടിച്ചു എന്ന് പോലീസ്. അവന് വേണ്ടി പാൽ ചുരത്തിയ, 40ാമത്തെ വയസ്സിലും അവന് വേണ്ടി പാൽ ചുരത്തിയ അമ്മയുടെ നെഞ്ചിലേക്ക് അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചത്രേ. നോക്ക്, ഒറ്റ മോനേ ഉള്ളൂ. സ്നേഹിച്ചായിരിക്കില്ലേ അമ്മ വളർത്തിയത്? ലാളിച്ചായിരിക്കില്ലേ അമ്മ വളർത്തിയത്? എവിടെയോ ചില അക്ഷര പിശകുകൾ. 122 പവൻ ജ്വല്ലറിന്ന് കവർന്ന 19 വയസ്സുകാരൻ പിടിയിൽ നിന്ന്. ചോദിക്ക, 122 പവൻ കവർന്ന കേസിൽ 19കാരൻ. ആലോചിക്ക് നിങ്ങൾ. ഇനി തൊട്ടിപ്പുറത്ത് കാണാം, മോഷണം ലഹരി വാങ്ങാൻ 13ാം വയസ്സ് മുതൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നു. ഉന്നക്കൽ സ്വർണ്ണ കേസിൽ പ്രതി സജീർ. 19 വയസ്സിൽ അവൻ കട്ടത് 122 പവൻ. എല്ലാം ഞാൻ എടുത്തത് കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മക്കളെ കുറിച്ചുള്ള വാർത്തകൾ. എന്തത് പ്രശ്നം? നമ്മൾ ചിന്തിച്ചു നോക്ക്, മക്കളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആസ്വാദനത്തിൽ മാത്രം മുഴുകുന്ന മക്കൾ. അടിച്ചു പൊളിക്കണം, വേറെ ഒരു ചിന്തയില്ലല്ലോ അവർക്ക്. അടിച്ചു പൊളിക്കണമെന്ന് മാത്രം ചിന്തയുള്ള കുറെ മക്കള്. യാതൊരു പരലോക ജീവിതവും ഇല്ലാതെ ഏതോ സിനിമാ നടന്മാരുടെ, ഏതൊക്കെയോ മോഡലുകാരുടെ വേഷം കെട്ടിയിട്ട് ഉമ്മയും ഉപ്പനെയൊക്കെ വിഷമിപ്പിക്കുന്ന മക്കൾ. നിങ്ങൾ ആലോചിക്കുക, ഒരു ബാപ്പ വന്ന് എന്നോട് പറയാ, എന്റെ മോനാന്ന് പറയാൻ കറുപ്പാണ്. അതൊക്കെ കോലം അങ്ങനെയാണ്. ബാപ്പ നല്ല ഉഷാറായിട്ട് നടക്കണ ബാപ്പ. കല്യാണത്തിന് പഠിക്കുന്ന മോനാന്ന് പറഞ്ഞാൽ അവനെ കണ്ടാല് ഏതോ പ്രാന്തരാന്നിരിക്കും. ആ രൂപത്തിലുണ്ട്, മുടിയും താടിയും എല്ലാം കൂടി ഒരു പ്രത്യേക കോലം. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇതാ കണ്ടോ, എത്ര കാര്യങ്ങൾ. ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിലോ, ഇതാ വായിച്ചു നോക്കിയാൽ നിങ്ങൾ +2 പഠിക്കുന്ന, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. +1 പഠിക്കുമ്പോ ഒരു യുവാവുമായി പരിചയത്തിലായി, അത് പ്രേമബന്ധമായി മാറി. ഞാൻ പോലും അറിയാതെ പല തെറ്റുകളും എന്റെ ജീവിതത്തിൽ വന്നുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവനെ അല്ലാതെ ഇനി ഞാൻ ആരെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടി. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ട് ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ചിന്തിച്ചു നോക്കിയ, ആലോചിച്ച് നോക്കിയ. അപ്പൊ ഓരോ കുട്ടികളും, ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ട ചില വിഷയങ്ങളിലേക്ക് ഇവിടെ കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നില്ലോ. റൈറ്റ്. അപ്പൊ ഓരോ രക്ഷിതാവും ഓർക്കേണ്ട ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് എന്തെന്തൊക്കെ പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോവില്ല. ഈ പ്രശ്നങ്ങളിലേക്കോ അതിന്റെ പരിഹാരങ്ങളിലേക്കോ പോവാനല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. മറിച്ച് അല്പം സൈക്കോളജിക്കലായി, മനഃശാസ്ത്രപരമായി നിങ്ങളോട് സംസാരിക്കുക എന്നതാണ് ഇന്ന് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ കാരണത്തിലേക്കും അതിന്റെ നമ്മൾ എന്ത് ചെയ്യണമെന്നതിലേക്കും മാത്രമാണ് ചെറിയ ഒരു നേരത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എത്ര ലഹരികൾ നിങ്ങൾ നോക്കൂ. നമ്മൾ ലഹരി എന്ന് പറഞ്ഞിട്ട് എണ്ണുന്നത് ഇതാ. നമ്മളിപ്പോ ചിന്തിക്കും ഇതൊക്കെ നമ്മളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ എന്താ ലഹരി? ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന എന്തും ലഹരിയാണ്. ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന എന്തും. അപ്പൊ ഇത് ലഹരിയല്ലേ? നമ്മുടെ മക്കൾക്ക് ലഹരി ഉണ്ട്. ഇതൊക്കെ ലഹരിയാ. സിനിമയും സംഗീതവും. ഞാൻ ആദ്യം തുടങ്ങി വെച്ച 17ാമത്തെ വയസ്സിൽ 1 മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച കുട്ടികൾ, അവരെ കുറിച്ച് പത്രമാധ്യമങ്ങൾ പറഞ്ഞ ഇതിനുണ്ട വാർത്ത തന്നെ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് വായിക്കാതെ പോയതാ. ഒരു പ്രത്യേക രീതിയിലുള്ള സംഗീതവും ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്രൂപ്പും ഒക്കെ ആയിരുന്നു അത്രേ ഇവരുടെ ഗ്രൂപ്പ്. മനുഷ്യനെ വിഷാദത്തിലേക്ക് നയിക്കുന്ന സംഗീതങ്ങൾ. അവരുപയോഗിച്ച സംഗീതത്തെ കുറിച്ച് അങ്ങനെ പോലീസ് പറയുന്നത്.
ഒരു പ്രത്യേക വളരെ നെഗറ്റീവായ മ്യൂസിക്, നെഗറ്റീവായ വാക്കുകൾ, ജീവിതം ഇനി മടുത്തു എന്ന രൂപത്തിലുള്ള വാക്കുകൾ, ഇതൊക്കെ ഉണ്ടായ സാധനങ്ങൾ അവരെ സ്വാധീനിച്ചു കളഞ്ഞു എന്നാണ്. ചിന്തിച്ചു നോക്ക്. കണ്ടോ, നമ്മുടെ മക്കൾക്ക് എന്താ പറ്റണേ? ഇതൊക്കെ ലഹരിയാ. മൊബൈൽ ഫോണില് പബജി, ലാലിന്റെ പേര് അതിനല്ലേ നമ്മളെ കുട്ടികൾ കളിക്കുന്ന ഗെയിം അല്ലേ? പബ്ജി അല്ലേ? അതല്ലേ ഗെയിം? എന്തിന്റെ കുട്ടികളെ ഗെയിമൊക്കെ പോണ്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ സൈക്കോളജി എന്താ? എന്തിനാ കുട്ടികൾ ഈ ഗെയിമിലേക്ക് പോണത്? ഇതിന് തൊട്ട് മുമ്പ് മരണ ഗെയിം ഉണ്ടായിരുന്നു. ഏതാ? ബിൽഡിങ്ങിന് മുകളിൽ ചാടുക, ബ്ലൂ വെയിൽ. എങ്ങനെയാ ഈ ഗെയിമിലേക്ക് കുട്ടികൾ പോണത്? ഒരു മനുഷ്യൻ അവൻ തെറ്റിപ്പോവുക എപ്പോഴാണ്? ഞാൻ കുട്ടികളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് വരില്ല. ഒരു കുട്ടി തെറ്റിപ്പോവുക എപ്പോഴാണ്? ഉത്തരം, അവന് ലഭിക്കേണ്ട പലതും ലഭിക്കാതെയാകുമ്പോ അവൻ തെറ്റിപ്പോകും. ദ പേഴ്സൺ വിൽ ഡീവിയേറ്റ്. അവൻ തെറ്റിങ്ങെടുക്കും. ഒന്നുകൂടി പറയാം, ഉമ്മമാർക്കും ഉപ്പമാർക്കും വേണ്ടി ഒന്നുകൂടി പറയാം. ഒരു കുട്ടി എപ്പോ തെറ്റിപ്പോകും എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. അവന് ലഭിക്കേണ്ട ശാരീരികവും മാനസികവുമായ ചിലതുണ്ട് അവൾക്കും. അത് കിട്ടാതെയാകുമ്പോ ആ കുട്ടി ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താ ഈ പബ്ജി ചെയ്യുന്നത്? എന്താ ഭൂമിയിൽ ചെയ്തത്? ഞാൻ ചിന്തിച്ചേക്ക. ഭൂമിയിൽ ഗെയിമിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. എന്താ ചെയ്തത്? ഒരുപാട് ലെവലുകളായിട്ട് കളി. കുട്ടി അതിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിനൊരു അഡ്മിൻ ഉണ്ടാകും. അഡ്മിനും കുട്ടിയും തമ്മിൽ അടുത്ത ബന്ധം. എന്നിട്ടോ ഒന്നാമത്തെ ടാസ്ക് എന്നതിന്റെ പേര്, ടാസ്ക്, ജോലി. ഒന്നാമത്തെ ടാസ്ക് കുട്ടിക്ക് കൊടുക്കുക, സിമ്പിൾ ടാസ്ക്. ആ ടാസ്ക് ചിലപ്പോൾ എന്തായിരിക്കും അറിയോ? വീട്ടിൽ നിന്ന് ഇന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച ഈ കടപ്പുറത്ത് പോയിട്ട് കടലിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. കുട്ടി കടലിന്റെ അടുത്ത് പോയി കണ്ട സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യും. ഉടൻ അഡ്മിൻ കുട്ടിയോട് പറയും, ഉഷാറായി, നീ അടിപൊളിയാണല്ലോ. അത് കേൾക്കുമ്പോൾ അവനൊരു ഇൻട്രസ്റ്റ്. വീണ്ടും അടുത്ത ടാസ്ക്. രാത്രി കടപ്പുറത്ത് ചെന്ന് ഫോട്ടോ എടുക്കുക. അടുത്ത ടാസ്ക്. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഈ കുട്ടിക്ക് ആ ഗെയിമിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നത് കുട്ടി ഇന്ന് വരെ കേൾക്കാത്ത നല്ല വാക്കുകൾ. മിടുക്കൻ, യു ക്യാൻ. 14ാമത്തെ നില ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടാൻ വരെ ആ ചെറുക്കനെ അവന് കിട്ടിയ മോട്ടിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കുട്ടിക്ക് എന്തോ ജീവിതത്തിൽ കിട്ടാതെ പോയല്ലോ. ഈ അഡ്മിന് പകരം അവന്റെ ഉപ്പുണ്ടെങ്കിലോ? നിനക്ക് പറ്റും, വെരി ഗുഡ്. ഉപ്പെന്താ പറഞ്ഞു? പോട്ടെ, ബുദ്ധി ഏർപ്പിക്കൽ. ഈ അഡ്മിന് പകരം ഉണ്ടെങ്കിലോ? നീ പബ്ജി എടുത്ത് നോക്ക്. നിങ്ങൾ ഓരോ ലെവല് കുട്ടി കയറുക. അവൻ ഓരോ ലെവല് കയറുമ്പോഴും അവന് കിട്ടുന്ന മോട്ടിവേഷൻ എത്രയാ? ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ചിലത് കിട്ടാതെയാകുമ്പോഴാണ് അവർ തെറ്റാനുള്ള പ്രവണതകൾ കാണിക്കുക. ഇതാ ഇവിടെ നോക്ക് നിങ്ങൾ. ഇതിലേക്കൊക്കെ കുട്ടി പോണത് എന്തുകൊണ്ടാ? കുട്ടിക്ക് പാട്ടിന്ന് കിട്ടുന്നത് എന്താ? ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? കൊടുക്കാൻ കഴിയണോ? നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. നമുക്ക് നിഷേധിക്കാൻ എളുപ്പമാണ്, കൊടുക്കാൻ പറ്റണം. TV കാണരുത്, നിഷേധാണ്. പാട്ട് കേൾക്കരുത്, നിഷേധാണ്. ഫോണിൽ കളിക്കരുത്, നിഷേധാണ്. അരുത്. എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? എന്റെ വീട്ടിലെ മക്കള് TV കാണരുത് എങ്കിൽ അവൻ വേറെ എന്തിലേക്കാണ് തിരിയേണ്ടത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സൗദി അറേബ്യയിലെ ഒരു ചെറിയ ഫ്ലാറ്റിനകത്ത് കൊണ്ടുപോയിട്ട് ടിവിയും ഇല്ല, വീഡിയോയും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്ത് എളുപ്പമെന്നറിയാം മറ്റു സമുദായത്തിലെ ആളുകൾക്ക് കുട്ടിയെ നോക്കാൻ. ഇവിടെ എത്ര ആളുണ്ട്? മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജീവിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്. എന്തൊരു സുഖ കുട്ടികളെ നോക്കാന്നറിയോ? TV അങ്ങ് തുറന്നു വെച്ചെടുത്ത് ഒരു അലമ്പൂല്ല കുട്ടികളെ കൊണ്ട്. അവിടെ ഇരുന്നോളും. സ്കൂള് വിട്ട് വന്നാൽ TV തുറന്നു വെച്ചാൽ അവിടെ ഇരുന്നോളും കുട്ടികള്. ഞാൻ പോയിട്ടുണ്ട് ഒരു മുസ്ലിം അല്ലാത്ത സഹോദരന്റെ വീട്ടിൽ സൗദി അറേബ്യയിൽ ഈ വരവിന് 2 TV ആണ് വീട്ടില്. 2 TV. ഞാൻ എന്തിനാണ് 2 TV? 2 കണക്ഷൻ, 2 TVയും. എന്തിനാ 2 TV? അത് കുട്ടികൾ ചിലപ്പോ കച്ചറാവും. ഇത് കാണണം, മറ്റൊന്നെ കടപ്പ്, രണ്ടാളും ഇരുന്നോട്ടെ വിചാരിച്ചു. കണ്ട എന്ത് എളുപ്പടിയില്ലേ? എന്തൊരു എളുപ്പ, സോ സിമ്പിൾ. 2 മക്കളുള്ള വീട്ടിൽ 2 TV. ഇനി അവന് മക്കളെണ്ണം കൂടുമ്പോ TV കൂടും. ചെറിയ TV ആക്കി ചെറുതാ, കുട്ടികളൊന്നും ഇരുന്നോളൂ. ഓൻ പറയാം ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരാകുമ്പില്ല, അവിടെ ഇരുന്നോളൂ അല്ലേ. ഓന് ഭക്ഷണം വേണ്ട, മൂത്രമൊഴിക്കണ്ട, അപ്പിടണ്ട, അവിടെ ഇരുന്നോളൂ.
നിങ്ങളെ കുട്ടിയോ ചൊറിഞ്ഞ് 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 ഒരു ഏർപ്പാടും ഇല്ല. കുട്ടിക്കൊരു ഏർപ്പാട് കൊടുക്കാൻ കഴിയണ്ടേ നിങ്ങൾക്ക്? സൗദി അറേബ്യയിൽ ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും എന്റെ മകന് ഇന്നതൊന്നുമില്ല എങ്കിൽ കൊടുക്കാൻ എന്താ ഉള്ളത്? ആ കുട്ടിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഞാൻ എറണാകുളത്ത് പോയപ്പോ ഒരു സുഹൃത്ത്, നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ അവന്റെ കൂടെ ഉണ്ട് അവന്റെ മൂന്ന് മക്കളും കൂടി കൂട്ടിയാണ് ഇതിന് മൂന്നെണ്ണത്തിനും കൂടി കെട്ടിപ്പിടിച്ച് വരുന്നു. ഞാൻ ഇതെന്തിനും ഇവരൊക്കെ കൂട്ടി. അവൻ പറഞ്ഞ വർത്താനം എന്താ പറയുക, ഇവർക്ക് എന്തെങ്കിലും ഏർപ്പാട് വേണ്ടേ? അല്ലെങ്കിൽ ഇവര് TV ആണെന്ന് പറയില്ല, എന്നോട് സിനിമക്ക് പോകണമെന്ന് പറയില്ലേ, കഞ്ചാവ് അടിക്കണമെന്ന് പറയില്ലേ, പ്രേമിക്കണമെന്ന് പറയില്ലേ. ഇവർക്ക് ഒരു ഏർപ്പാടിന് ഞാൻ നമ്മളെ കോരിക്കൊണ്ടു. നിങ്ങളോ കമ്പനി നിങ്ങളെങ്ങനെ എക്സ്ക്യൂസ് ചെയ്യാണ് ഇപ്പൊ അല്ലേ? കണ്ടവരൊക്കെ പിരിച്ചു വിട്ടിട്ട് ആ പിരിച്ചു വിട്ട ആൾക്കാരെ പണിയും കൂടി നിങ്ങൾക്ക്, കൂടാതെ 2 അറബികൾ വെച്ചെന്ന് അറബികളെ പണി നിങ്ങൾക്ക്. ഇതിന്റെ ഇടയ്ക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടുകൾ ഞാൻ തിരിച്ചറിയുന്നു. അത് പക്ഷെ കൊടുക്കാൻ കഴിയണ്ടേ? TV ആവശ്യപ്പെടാത്ത വിധത്തിൽ കുട്ടിക്ക് എൻഗേജിലാക്കാൻ കഴിയണ്ടേ? നമുക്ക് മൊബൈൽ ഫോൺ ആവശ്യപ്പെടാത്ത രീതിയിൽ സംഗീതം കേൾക്കാതെ അവന് സമാധാനം കിട്ടുന്ന രൂപത്തിലേക്ക് കുട്ടിയുടെ ജീവിതത്തെ മാറ്റാൻ കഴിയണ്ടേ? നമുക്ക് ഉണ്ടോ? കേൾക്കരുത്, ഞാൻ തയ്യണ്ടേ മുതക്കാവണം. എല്ലാരും കേൾക്കണ്ടല്ലോപ്പാ, കേൾക്കണ്ട തന്നെ. ഇവൻ ചിന്തിക്കാൻ എന്താ പറയുക, ഇയാളെ ഇത് കാട്ടിജാതി, അത് കുറെ താടി വെച്ച് നടക്കും ഇന്നാണ് ഇവരെ മറന്നിട്ടെടുക്കുക, എവിടില്ലാത്തൊരു ജാതി. കുട്ടിയെ കിട്ടും നമുക്ക്. അപ്പൊ അവന് കൊടുക്കേണ്ടത് എന്താ? കൊടുക്കണം. നെഗേഷൻ സുഖാണ്. നോ, അരുത്. എന്ത് ചെയ്യണം? പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കാൻ. ഈ എൻഗേജ്മെന്റ് ഇല്ല. ഞാൻ ജുബൈലിൽ പോയ സമയത്ത് അവിടെ ഒരാളുടെ വീട്ടിൽ പോയി. അയാൾ ജീവിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ട് മുന്നിൽ വലിയൊരു പാർക്ക്, ഒരുപാട് സ്ഥലം സൈക്കിൾ ചവിട്ടാൻ. ജുബൈലിക്കൊക്കെ അറിയാലോ, ഇഷ്ടംപോലെ സ്ഥലം സൈക്കിള് ചവിട്ടാൻ, ഇഷ്ടംപോലെ പാർക്ക് പോലത്തെ സൗകര്യങ്ങള്. അയാൾ എന്നോട് പറയണം, എന്റെ കുട്ടികൾ ഇന്നേ വരെ TV ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം സൈക്കിൾ ചവിട്ടി കളിക്കുകയാണ്, എൻഗേജ്ഡാണ്. ഇങ്ങനെ കുട്ടികളെ എൻഗേജ്ഡാക്കാൻ കഴിയണം. നമ്മളെപ്പോലെ വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ എനർജി നിറഞ്ഞ കുട്ടിക്ക് കഴിയില്ല. അവിടെയാ പ്രശ്നം. നോക്കിങ്ങള് ഈ ലഹരികളിലേക്ക് കുട്ടികൾ പോവാണ്. സംഗീതവും ബ്രാൻഡും കളിയും പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കൾ ഇങ്ങനെയാവാൻ കാരണം എന്താണ്? ഞാൻ അതിലേക്ക് പോകില്ല. ഞാൻ വേറെ ചില കാര്യങ്ങൾ നിങ്ങളോട് വളരെ പെട്ടെന്ന് സംസാരിക്കാനുള്ളത് കൊണ്ട് ചുരുക്കണം. എന്താ നമ്മളെ കുട്ടികൾ ഇങ്ങനെയാവാൻ കാരണം? ഒന്നാമത് എന്റെ മുമ്പിലിരിക്കുന്ന ജിദ്ദയിലെ സഹോദരന്മാര് ചിന്തിക്കണം, മക്കള് നന്നാവാൻ ആദ്യം വേണ്ടത് കുടുംബം നന്നാവുകയാണ്. ഞാനും എന്റെ ഭാര്യയും ഫൈൻ ട്യൂണിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്റെ മക്കൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ നമ്മുടെ വീട്ടിനകത്ത് കരക്ക് പിടിച്ചിട്ട് 3 കണക്കെ പടിയുന്ന ഭാര്യയും ഭർത്താവും അവര് തമ്മിൽ തന്നെ എപ്പോഴും തീരുമാനമായില്ല മുന്നോട്ട് പോകണോ വേണ്ടെന്ന്. കുട്ടിക്ക് കൗൺസിലിങ്ങിന് വന്ന 8ാം ക്ലാസ്സുകാരി പെൺകുട്ടി എന്നോട് പറയാ, അവൾക്കൊരു പ്രേമുണ്ട്. ഞാൻ ചുമ്മാ ഉപ്പയിൽ എത്തിയിട്ടുള്ളൂ. കുട്ടിനോട് പറയാണ്, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ? ഞാൻ എട്ടിപ്പിടിക്കുന്ന 13 വയസ്സിലാ. കുട്ടി പറയാനോട് എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ? ഞാൻ പിന്നെ എന്തിനാ ഉപ്പയും? കുട്ടി പറയാണ്, ഉപ്പയോ? ഞാൻ ഓർമ്മിച്ച കാലം മുതൽ ഉമ്മ പറയണ്ടേ എന്നെ വൈക്കളി. പാപ്പ പറയണ്ടേ ഒഴിവാക്കണേ എന്നെ. ഞാൻ കുട്ടി വെയിറ്റ് ചെയ്യും, ഇന്ന് ഒഴിവാക്കും, നാളെ ഒഴിവാക്കും, മറ്റന്നാളെ. ഈ തിങ്കളാണ് ഒഴിവാക്കണില്ല. കുട്ടി ചോദിക്കുന്നോട്, ഇന്ന് നാളെ മറ്റന്നാളെ പൊട്ടാനുള്ള സാധന, അത് വെച്ചതിന് കാരണം എനിക്കെന്റെ ജീവിതം നോക്കണ്ടേ? ഞാനും ചെക്കനൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവര് പറഞ്ഞാലും ജീവിതമുണ്ട്. അടിപൊളി കുട്ടി. എന്താ ഈ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ആരതാണ് ഈ തെറ്റ്? എന്നും ഭാര്യ പറഞ്ഞതാ, പത്തിനെ കൂടെ ഒഴിവാക്കിക്കളില്ലേ? ഭർത്താവ് പറയും ഒഴിവാക്കൂടെ എന്നെ. ഞാൻ ഒഴിവാക്കും, ശരിയാക്കി തരാം. ഇത് കുട്ടി ഇങ്ങനെ കേൾക്കും. ഓർമ്മിച്ച കാലം മുതൽ ഇതാ കേൾക്കണം. ഒഴിവാക്കും. ഞാൻ വേറെ കിട്ടും. ഒന്നും നടക്കണില്ല. കുട്ടി പ്രതീക്ഷിച്ച് മതിയായി. അവസാനം കുട്ടി കണ്ടിച്ച് ഏതായാലും ഉമ്മി പപ്പ ഒഴിവാക്കണം, ഞാനൊന്ന് കെട്ടട്ടെ. ഈ കുട്ടി എങ്ങോട്ടാ പോയാൽ നേരത്തെ കാണിച്ചിരുന്ന കത്തുകൾക്ക് കാരണം എന്താ? വെറുതെ നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മതി, വലിയ ബുദ്ധിയൊന്നും വേണ്ടതിന്. എന്താ കാരണം?
ഓരോന്നും ചിന്തിച്ചു നോക്കുങ്ങൾ. അപ്പൊ ഈ കുട്ടിക്ക് കൊടുക്കേണ്ട എൻഗേജ്മെന്റ് കൊടുക്കാൻ നമ്മളൊക്കെ വലിയ ബാപ്പയും വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നമുക്ക്. പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയാത്തിടത്തോളം കാലം കുട്ടിക്ക് മുന്നിൽ ഒരു വഴി കാണിച്ചു കൊടുത്തില്ല എങ്കിൽ മുന്നിൽ കാണുന്ന വഴിയിലൂടെ കുട്ടി നടക്കും. ഉമ്മയോടും ബാപ്പനോടാ ഞാൻ പറഞ്ഞത്. കുട്ടിക്ക് നാം ഒരു വഴി കാണിച്ചു കൊടുത്തില്ല എങ്കിൽ മുന്നിൽ കാണുന്ന വഴിയിലൂടെ കുട്ടി നടക്കും. അപ്പോഴോ പിന്നെ കുട്ടിനെ പിടിച്ചു വലിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് അല്ലടാ ശരി നമ്മുടെ കാര്യമില്ല. ആദ്യം മുതൽ തന്നെ നടക്കേണ്ട വഴിയിലേക്ക് വെളിച്ചമടിച്ചു കൊടുക്കാൻ ബാപ്പയും ഉമ്മയും തയ്യാറായാൽ ആ നിങ്ങൾ കാണിച്ച തെളിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കുട്ടി തയ്യാറാവും. എത്ര കുട്ടികളുണ്ട് നന്നായവര്? നമ്മളൊന്നുമില്ല. നമ്മളെന്ത് കുട്ടികളുണ്ടായി തിന്നാൻ കൊടുത്ത് ആ കണക്ക് കൗൺസിലിങ്ങിന് വന്നാണ്ട് പറയും തിന്നാൻ കുറച്ച് നന്ദി കഴിക്കില്ല ജോലി ഞമ്മളിന്റെ പോത്താ കണ്ടിട്ടേ തിന്നാൻ കുറച്ച് നന്ദി കഴിക്കും. അവന് വഴി കാണിച്ചു കൊടുക്കണം. അതാ രക്ഷിതാവ്. അവിടെയാ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പൊ നമ്മളൊക്കെ അറിയിക്കണം നമ്മുടെ മക്കൾ ഇങ്ങനെയാവാൻ ആരാണ് കാരണം. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരും, കുടുംബജീവിതം സംതൃപ്തമാണോ? ഞാൻ അതിൽ നിൽക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. ആണോ? ഇന്ന് പിരിഞ്ഞ് ജിദ്ദയിലെ ഇസ്ലാഹി സെന്ററിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പിരിഞ്ഞു പോയിട്ട് വീട്ടിൽ പോയിട്ട് ആലോചിക്കണം. ആണോ? ഒന്ന്, ഇതുണ്ടോ? രണ്ട് ഉണ്ടോ? മൂന്ന് ഉണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് മൂന്നുമില്ലെങ്കിൽ അതൃപ്തി ഉണ്ടാക്കും. സന്തോഷമുള്ള ഭാര്യ, സന്തോഷമുള്ള ഭർത്താവ്, സന്തോഷമുള്ള മക്കള്, സംതൃപ്തമായ കുടുംബം, മാനസമാധാനമുള്ള ഭാര്യ, മാനസമാധാനമുള്ള ഭർത്താവ്. ചിന്തിച്ചു നോക്കി. ഇപ്പോ സൗദി അറേബ്യയുടെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഏത് നിമിഷവും കൈവിട്ടു പോകും എന്ന് കരുതി നിൽക്കുന്ന ജോലി, ബിസിനസ് സെന്ററുകളൊക്കെ കാലിയായി കിടക്കുന്നു. ഇന്നലെ ദമാമിൽ പോലും വെള്ളിയാഴ്ചയായിട്ട് പോലും ഇന്നലെ ദമാമിലൊക്കെ വൈകുന്നേരം പീക്ക് ടൈമിൽ പോയി നോക്കിയപ്പോ ഷോപ്പിംഗ് സെന്ററുകളൊക്കെ കാലിയായി കിടക്കുന്നു. ആളുകളെയും പ്രതീക്ഷിച്ച് ഇപ്പോഴും പ്രതീക്ഷകൾ വറ്റാത്ത കണ്ണുകളുമായി കാത്തിരിക്കുന്നു കച്ചവടക്കാര്. ആകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയും. ആ മനസ്സിനകത്ത് വല്ലാത്ത മനസമാധാനക്കേടുണ്ട്. കുടുംബത്തിൽ നിന്നെങ്കിലും നമുക്ക് ഈ മനസ്സമാധാനം കിട്ടണ്ടേ? ആകെ നമ്മളൊക്കെ മാനസികമായിട്ട് ഒരു തളർച്ച ബാധിച്ചിരിക്കുന്ന സമയമാണിത്. അതൊക്കെ അറിയാം. ആ കുടുംബത്തിനെങ്കിലും നമുക്ക് കിട്ടേണ്ട മനസ്സമാധാനം കിട്ടിയില്ലെങ്കിൽ, ഒരു സന്തോഷമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രിയമുള്ളവരെ മുന്നോട്ട് പോവുക? ഇതൊക്കെ നമുക്ക് സംതൃപ്തമായ കുടുംബത്തിന് ആവശ്യം. സാമ്പത്തിക സ്വയം പര്യാപ്തത. ഒന്നും നാട്ടില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ബിസിനസ് ഏതാണെന്നറിയോ? ഫർണിച്ചറാണ്. ഫർണിച്ചർ ബിസിനസ് എല്ലാവരും തുറന്നു വെച്ച് നീച്ചനായിട്ടിരിക്കുക. കാരണം എന്താ? ആരും ഫർണിച്ചർ വാങ്ങില്ല. ഉള്ള പണമൊന്നും ചെലവാക്കാതെ ഗൾഫുകാർ ഉൾപ്പെടുന്ന. മറ്റേത് എന്തായിരുന്നു ഫർണിച്ചർ കൊണ്ട് കളി? ഇവ നിലത്താണെങ്കിലും വേണ്ടില്ല, കിടക്കാനൊരു സ്ഥലം കിട്ടിയാൽ മതി. ഫർണിച്ചറൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള പണം പോലും നമ്മൾ കാത്തു സൂക്ഷിച്ചുപയോഗിച്ച് സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നു. സമൂഹത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുന്ന ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ആദ്യത്തേതുണ്ടോ? ഞാൻ അതിലിങ്ങനെ നിൽക്കുന്നില്ല. കുട്ടിക്ക് വേണ്ടത് നോക്കൂ നിങ്ങൾ, പരസ്പര സ്നേഹം, വിശ്വാസം. ആ വിശ്വാസവും സ്നേഹവും കൊടുക്കുന്ന കുട്ടിയെ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കണം. പ്രേമത്തിലേക്ക് പോയ പെൺകുട്ടികളുടെ ഒക്കെ കാര്യം പോക്കാം. കാരണം എന്താ? എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കണം. ആ ബാപ്പക്കും ഉമ്മക്കും പിന്നീട് ആ കുട്ടിയെ വിശ്വസിക്കാൻ കഴിയില്ല. സുന്ദരമായിട്ട് മോളെ വളർത്തി, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ചിലപ്പോ അറിയാതെ അവളൊരു പ്രേമബന്ധത്തിലേക്ക് വീണുപോയി. അത് ബാപ്പ അറിഞ്ഞു, ഉമ്മ അറിഞ്ഞു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ ബാപ്പക്കും ഉമ്മക്കും ആ കുട്ടിയെ വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്ന കുട്ടികളൊക്കെ മിക്കവാറും രണ്ടാമത്തെ ഒരു പ്രേമത്തിലേക്ക് പോയിണ്ടാവും. കാരണം എന്താ പറയുക? ആ ഒരു അവിശ്വാസം കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വീട്ടിനകത്തുണ്ടാക്കും. അല്ലോ, ഉമ്മ പിന്നെ CID ആകും, ബാപ്പ CBI.
CID-യും CBI-യും ഒരുമിച്ച് അന്വേഷിക്കുന്ന ഒരാളെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയാൽ, ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ എന്ത് സമാധാനമായിട്ട് ഉണ്ടാവുക? കുട്ടി അതിന് പെട്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ള മക്കൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവരോടൊരു വാക്ക്, വിശ്വാസം തകർത്താൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. വലിയ ബുദ്ധിമുട്ടാണ്. പരസ്പര വിശ്വാസത്തോടെ നമ്മൾ വളർത്തുന്ന കുട്ടി, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, നിങ്ങൾ ആലോചിച്ചോക്ക്. ഭാര്യന്റെ ഫോണിൽ ഒരു വേണ്ടാത്തരം കണ്ടു, അല്ലെങ്കിൽ ഭാര്യന്റെ ഫോണിൽ നിന്ന് ഒരു ചാറ്റിങ് കണ്ടു ആ ഭർത്താവിന് ഇനി ആ ഭാര്യയെ വിശ്വസിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ മുഴുവൻ ആ വിശ്വാസത്തിന്റെ കാർമേഘം ആ കുടുംബത്തിന്റെ മുകളിൽ വിടലിച്ചു വെക്കും. ഭർത്താവിന്റെ ഫോണിൽ ഒരു വേണ്ടാത്തരം കണ്ടു ഭാര്യ, ആ ഭാര്യക്ക് ഇനി ആ ഭർത്താവിന് വിശ്വസിക്കാൻ കഴിയില്ല. അവിശ്വാസം വലിയ പ്രശ്ന. ബന്ധങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്ന സിമന്റാണ് വിശ്വാസം എന്ന് മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും ഓർമ്മ വേണം. അത് നശിക്കുന്നതോടെ ബന്ധങ്ങൾ തകർന്നു തുടങ്ങും. രണ്ട് കല്ലിങ്ങനെ അടുപ്പിച്ച് വെച്ച ഇടയിൽ സിമെന്റ് ഇട്ടപ്പോഴാണ് ഒട്ടി നിൽക്കുന്നത്. സിമെന്റ് ഒഴിവാക്കിയ കല്ല് രണ്ടാവും. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ, ബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. എന്നെ പറ്റിച്ചല്ലോ. നിങ്ങൾ ആലോചിക്കും, ബിസിനസ്സിലെ പാർട്ട്ണറെ കുറിച്ച് ചിന്തിച്ചു നോക്കും. നിങ്ങൾ രണ്ടുപേരും പാർട്ട്ണറായിട്ട് ബിസിനസ് നടത്തുമ്പോൾ ഒരാൾ ചിന്തിക്കാണ് ഇയാൾ എന്നെ പറ്റിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാ പാർട്ട്ണർഷിപ്പും ഇങ്ങനെയാണ്. ഭാര്യാഭർത്തൃ ബന്ധം ഒരു പാർട്ട്ണർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, പരസ്പര വിശ്വാസം വേണം, സ്നേഹം വേണം. അങ്ങനത്തെ കുട്ടിക്ക് ഗുണം തന്നല്ലോ, അവന് മാനസിക സുരക്ഷിതാവസ്ഥ ഉണ്ടാകും, മെന്റൽ സെക്യൂരിറ്റി. ചിന്തിച്ചോക്കിങ്ങള്. അപ്പൊ ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. ഞാൻ വേറെ ചില കാര്യങ്ങൾ പറയാനാണ് എഴുന്നേറ്റ് നിന്നത്. ആദ്യമേ നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് തകർന്ന് പരിപ്പണമായ കുടുംബം അത് മക്കളുടെ ജീവിതത്തെ, വളർച്ചയെ, സ്വഭാവത്തെ, വ്യക്തിത്വത്തെ ദോഷകരമായി ബാധിക്കും. ഒരു സംശയം വേണ്ട. തകർന്നു, മക്കളുടെ സകലതും തകർന്നു. ഉമ്മയും ബാപ്പയും തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം. അതാണ് അടിത്തറ. 15 നിലയുള്ള ബിൽഡിങ്ങിന്റെ അടിത്തറ തകർന്ന പിന്നെ ബിൽഡിംഗ് നിൽക്കില്ലല്ലോ. മക്കളുടെ ജീവിതത്തിന്റെ അടിത്തറ മക്കളുണ്ടായ വാപ്പയും ഉമ്മയുമാണ്. അവർക്കിടയിലുള്ള സ്നേഹവും അവരുടെ ബന്ധത്തിന്റെ ഊഷ്മളതയുമാണ് മക്കളുടെ ജീവിതത്തിന്റെ ഒരു ഗുണനിലവാരത്തിന്റെ അളവുകോൽ. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇവരുടെ ഒക്കെ സ്വഭാവം ഉണ്ടോ, വ്യക്തിത്വ വൈകല്യങ്ങൾ. നമ്മൾ ഈ ഗൾഫിൽ, സൗദി അറേബ്യയിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, അത് പറയാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന്. പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ബോയ്സ് ഗ്യാതറിങ്ങിനും ഗേൾസ് ഗ്യാതറിങ്ങിനും ഒക്കെ 100 കണക്കിന് കുട്ടികളെ കണ്ടു. ഈ പ്രാവശ്യം വന്നപ്പോ ബോയ്സ് ഗ്യാതറിങ് ഒരു ആൺകുട്ടി ആ ക്ലാസ്സിനകത്ത് എഴുന്നേറ്റ് നിന്നിട്ട് മൈക്കെടുത്ത് 2 വാക്ക് സംസാരിക്കാൻ ആണത്തമുള്ള ഒരു ആൺകുട്ടിയെ കിട്ടൂല. താലയും തിരുന്ന് കളയും, പഠിക്കാൻ മിടുക്കരായിരിക്കും. ഇവരെങ്ങനെ ജീവിതത്തിൽ വിജയിക്കും? പെൺകുട്ടിയും കിട്ടൂല. കുറ്റക്കേട് കളിക്കാൻ ഉഷാറ്, പക്ഷെ കിട്ടൂല. എന്താ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്? ഇതൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് മക്കളുടെ വ്യക്തിത്വ വൈകല്യം, ക്രിമിനൽ സ്വഭാവം, ജീവിത പരാജയം, സ്ട്രെസ് റിലേറ്റഡ് ഡിസീസസ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്റെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട്. ഇനിയോ മക്കളെ വളർത്തൽ അറിയേണ്ട വിഷയമാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ? ആരാണ് നമ്മുടെ മക്കൾ? ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? മക്കൾ ആരാണ്? മനുഷ്യൻ എന്നുത്തരം കിട്ടും. ചുരുക്കി പറയാൻ ഞാൻ അറിയാം. ഉമ്മ പ്രസവിച്ചത് അറിയാ? മനുഷ്യനെ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചതോ? മനുഷ്യൻ കുട്ടികളെ. പട്ടിക്കുട്ടിനും പൂച്ചക്കുട്ടിനും ഒന്നുമില്ല, മനുഷ്യ കുട്ടികളെ. ആരാ മനുഷ്യൻ? ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ നിരത്തി നിർത്തി അവർക്ക് മുന്നിൽ ആദമിനെ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് അള്ളാഹ് പറയുന്ന വാക്കുണ്ട്, ഈ പ്രപഞ്ചത്തിലെ എന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബുദ്ധിയുള്ള മികച്ച ഒന്നിനെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അതാ മനുഷ്യൻ, ദ സുപ്രീം ക്രിയേഷൻ ഓഫ് ഗോഡ്.
എന്താ റേഞ്ച് എന്ന് അറിയാം നമ്മളെ മനുഷ്യന്. ആരെ ഉമ്മ പറ്റത്? മനുഷ്യ കുഞ്ഞിനെ. നമ്മുടെ വിഷയം എന്താ? വളർത്തൽ. പോത്തിനെ വളർത്തൽ, പശു വളർത്തൽ, കോഴി വളർത്തൽ, മക്കളെ വളർത്തൽ. ഇതൊരു വ്യത്യാസമുണ്ടോ? വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ പോത്താവും. ഇതൊരു വ്യത്യാസമുണ്ട് അല്ലേ? പോത്തിനെ വളർത്തൽ, പോത്തിന്റെ ശരീരം മാത്രം വളർത്തിയാൽ മതി, നല്ല വില കിട്ടും, പെരുന്നാളിലൊന്നും വിറ്റാൽ മതി. ആട് വളർത്തൽ, ശരീരം നോക്കിയാൽ മതി. കോഴി വളർത്തൽ, മക്കളെ വളർത്തൽ. നമ്മുടെ വീട്ടിൽ പോത്തുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, മോനുണ്ട്, എല്ലാത്തിനും ഉമ്മ തിന്നാൻ കൊടുക്കാൻ. എല്ലാം പോത്താവും കുട്ടി. അപ്പൊ കുട്ടിക്ക് എന്താ വളർത്തണ്ടേ? ആരാ കുട്ടി? സുപ്രീം ക്രിയേഷൻ ഓഫ് ഗോഡ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ സൃഷ്ടി. അതാണ് കുട്ടി. ആ കുട്ടിയെ വളർത്തുമ്പം അതിനെ ആക്കേണ്ടത് ആരാ? മനുഷ്യൻ. ആ മനുഷ്യനാവണമെങ്കിൽ ആ മനുഷ്യൻ ഉണ്ടാവേണ്ട കഴിവെന്താ? ആഭാരമായ കഴിവ്. മനുഷ്യൻ എന്ന ജീവിയുടെ പ്രത്യേകതയാണിത്. ആഭാരമായ കഴിവ്, അപാരമായ ബുദ്ധി, അപാരമായ ശരീരഘടന, അപാരമായ ചിന്ത, സംസാരശേഷി, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതകള്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ അല്ലേ? നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന മൈക്കും സ്പീക്കറും പ്രൊജക്ടറും കമ്പ്യൂട്ടറും വാച്ചും ലോറിയും കാറും ആകാശത്ത് പാറിപ്പറക്കുന്ന വിമാനങ്ങളും കടലിലൂടെ സഞ്ചരിക്കുന്ന വലിയ വലിയ കപ്പലുകളും ആകാശത്തെ ഭ്രമണപഥത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളും ഉൾപ്പെടെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി കണ്ടുപിടിക്കാത്ത ഒന്നും ഈ ലോകത്തില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഭൗതികമായ സാധനങ്ങളാ പറഞ്ഞത്. അല്ലാഹു തന്ന മഹത്തായ കഴിവ് കൊണ്ട് അവൻ കണ്ടുപിടിച്ചത് സർവ സാധനം. ഒരു പോത്തും ഈ ലോകത്ത് ഇന്നേ വരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒരൊട്ടകവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ നമ്മൾ 2019 എത്തി നിൽക്കുന്ന ഈ കാലം വരെ മനുഷ്യന്റെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും ഒട്ടകം ഇങ്ങനെയാണ്, ഇന്നും ഒട്ടകം ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഒട്ടകം ഇന്ന് വരെ ഒരു ട്രൗസർ ഇട്ട് വെക്കണോ? മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച മരുഭൂമിയിലെ കപ്പലിന്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അല്ലല്ലോ. എത്ര മുന്തിയ കാറുകളും വാഹനങ്ങളും മേൽപ്പാലങ്ങളും വിമാനങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെയായിട്ട് സൗദി അറേബ്യ എത്ര മാറിപ്പോയി, ഇന്ത്യ മാറിപ്പോയി. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മനുഷ്യൻ എന്ന മഹാജീവിയുടെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ്, ബുദ്ധി, ചിന്ത, സർഗാത്മകത, സംസാരശേഷി. ഞാൻ എന്താ പറഞ്ഞത്? സൗദി അറേബ്യയിലെ കുട്ടി മുൻപുള്ള ഒരു വേദിയിൽ വെച്ചിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതാണ് സംസാരം. വേറെ സംസാരിക്കുന്ന ജീവിനെ പറയുന്നത്, മനുഷ്യനെ പോലെ ചിന്തിച്ച് സംസാരിക്കുന്ന ജീവിനെ പറയുന്നത്, മനുഷ്യനെ പോലെ സർഗാത്മകതയുള്ള ജീവിനെ പറയുന്നത്. സൗദി അറേബ്യയിലാണ് അറിഞ്ഞൊക്കെ ഓരോ ബിൽഡിങ്ങും ഓരോ രീതിയും ഓരോ ഡിസൈൻ. ലോകത്തെ ഏത് കാക്കയും കൂടുണ്ടാക്കുക ഒരേ പോലെയാണ്. തിരുവനന്തപുരത്തെ കാക്ക, കോഴിക്കോട്ടെ കാക്ക, ശ്രീലങ്കയിലെ കാക്ക, എവിടെ കാക്കുണ്ടോ എല്ലാ കാക്കയും ഒരൊറ്റ പോലെ കൂടുണ്ടാക്കുള്ളൂ അല്ലെ? കോഴിക്കോട്ടെ കാക്ക ചതുരത്തില്, തിരുവനന്തപുരത്തെ കാക്ക ത്രികോണത്തില്, വേറൊരു കാക്ക വട്ടത്തിലൊന്നും കൂടുണ്ടാക്കൂല. ക്രിയേറ്റിവിറ്റി ഇല്ല അവർക്ക്. പടച്ചോൻ കൊടുത്ത കഴിവ് കൊണ്ട് ഇങ്ങനെ എടുപ്പോളൂ. ലോകത്തെ എല്ലാ പെരിച്ചായും ഒരേപോലെ മാളുണ്ടാക്കുക. ലോകത്തെല്ലാ മനുഷ്യരും ഒരേപോലെയാണ് വീടുണ്ടാക്കുന്നത്. ഒരേപോലെയാണ് നിങ്ങളുടെ നിരത്തിലോടുന്ന കാറുകൾ, ഒരേപോലെയാണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, ഒരേപോലെയാണ് നിങ്ങളുടെ വസ്ത്രം. നോക്ക്, നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ കപ്പാസിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോ മക്കളെ വളർത്തൽ എന്ന് പറയുമ്പോ ഉപ്പ ചിന്തിക്കേണ്ട വിഷയം എന്താ? ആ മക്കളിൽ കഴിവുകൾ, ബുദ്ധി, ശരീരഘടന, ചിന്താശേഷി, സംസാരശേഷി, സർഗാത്മകത ഒന്നുകൂടിയുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം കൂടിയുണ്ട്. മൃഗങ്ങൾക്കില്ലാത്തത് മനുഷ്യന് മാത്രം റബ്ബ് നൽകിയത്. അതിന്റെ പേരാണ് ലജ്ജ. 2017
കേരളം സാക്ഷിയായ ഒരു സമരമുണ്ട് കേരളത്തില്. ആ സമരത്തിന്റെ പേരാണ് കോഴിക്കോട് മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലും എറണാകുളത്തെ മറൈൻ ഡ്രൈവിലും ഒക്കെ വെച്ച് യുവാക്കളും യുവതികളും കൂടിച്ചേർന്ന് നേതൃത്വം നൽകിയ സമരത്തിന് കൊടുത്ത പേരാണ് കിസ് ഓഫ് ലവ്, ചുംബന സമരം. അങ്ങാടിയിൽ വെച്ച് ആളുകൾ നോക്കി നിൽക്കെ ആണും പെണ്ണും ചുണ്ടും ചേർത്ത് ഉമ്മ വെച്ചിട്ട് അതാണ് പുരോഗമനം എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതോ ഒരു മാഷ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറ് തുറന്ന് ഫോട്ടോ എടുത്ത് ഒത്തക്ക സമരം നടത്തിയ നാടാണ് കേരളം. എവിടെയാണ് നമ്മുടെ ലജ്ജ പോയത്? ചിന്തിച്ചു നോക്ക്. മനുഷ്യന് സംസ്കാരം ഉണ്ടായത് നമ്മളൊക്കെ ഹിസ്റ്ററിന്റെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. മനുഷ്യന് സംസ്കാരം ഉണ്ടായത് നമ്മൾ കുഴിച്ചെടുത്ത സിന്ധു നദി തട സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി തട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. സംസ്കാരം സംസ്കാരം അല്ലാത്തൊരു വാക്ക അല്ലെ? സിന്ധു നദീതട സംസ്കാരം. എന്തുകൊണ്ടാ സംസ്കാരം തന്നെന്നറിയോ? ആ സിന്ധു നദീതട സംസ്കാരത്തെ കുഴിച്ചെടുത്തപ്പോ ശുദ്ധജലം ആളുകളുടെ സെറ്റിൽമെന്റ് പ്ലേസിലേക്ക് ശുദ്ധജലം കൊണ്ടുവരാൻ പ്രത്യേക കനാൽ, അഴുക്ക് ജലം ഒഴുകിപ്പോവാൻ വേറെ കനാൽ. ഇത്രയും സംസ്കാരം മനുഷ്യന്. മൃഗങ്ങൾ അങ്ങനെയാണോ? ഒരു ആടിനെ, ഒരു പോത്തിനെ, ഒരു പശുവിനെ നിങ്ങൾ ആനയെ കെട്ടിവെക്കും, രാവിലെ എണീച്ച് നോക്കുമ്പോ അപ്പിട്ടായി തന്നെ കിടന്നുണ്ടാവും. അതാ മനുഷ്യനല്ലാത്ത ജീവികളുടെ പ്രത്യേകത. അപ്പിട്ടായി തന്നെ പോവും. ആ പശുവിന്റെ മേൽ മറിച്ച് ചാണകയൊക്കെ പിറ്റേന്ന് കഴുകണം. മനുഷ്യനോ വൃത്തിയും വെടുപ്പുണ്ടായപ്പോഴാണ് അവന് സംസ്കാരമുള്ളവനായത്. എന്നിട്ടോ സിന്ധു നദി സംസ്കാരത്തിൽ കുഴിച്ചെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട സാധനത്തിന്റെ പേരാണ് ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം എന്ന് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഗ്രേറ്റ് ബാത്ത്, വലിയൊരു കുളം ഉണ്ടായിരുന്നു കുളിക്കാൻ. എന്നിട്ടോ സംസ്കാരം കുഴിച്ചെടുത്ത ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ കുളി കടവുകൾ അഥവാ മഹാസ്നാനഘട്ടത്തിന് കുളി മറകൾ ഉണ്ടായിരുന്നു എന്ന്. മനുഷ്യന് സംസ്കാരം ഉണ്ടായപ്പോഴാണ്, ഉറപ്പുണ്ടായപ്പോഴാണ് സംസ്കാരം ഉണ്ടായത്. എങ്കിൽ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആലോചിച്ചോക്ക്. മാറി മറയ്ക്കാൻ സമരം നടന്ന ചാന്നാർ ലഹള ഒരു കാലത്ത് കീഴാളന്മാർക്ക്, അവർണർക്ക് മാറി മറിക്കാൻ അവകാശമില്ല. സവർണരായിട്ടുള്ള ഭൂപ്രഭുക്കളും അവരൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ മാറി മറയ്ക്കാതെ നടന്നിരുന്ന ഒരു കേരളത്തിന്റെ ഭൂതകാലമുണ്ട്. അവിടുന്ന് മാറി മറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ചരിത്രമുണ്ട് കേരളത്തിന്. ആ സമരത്തിന്റെ പേര് ചാന്നാർ ലഹള. 2018 ഞാൻ സാക്ഷ്യം വഹിച്ച ലേളന്റെ പേര് മാറ് തുറക്കൽ, മറ്റേതോ മാറ് അടയ്ക്കൽ. കേരളം കിട്ടുമ്പോൾ എന്താ നഷ്ടപ്പെടുന്നത്? ലജ്ജ. ചിന്തിച്ചു നോക്കി. ക്യാമ്പസുകൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയതെന്താ? ലജ്ജ. അടിയിലിട്ട ഉറുകിയ ലെഗിൻസിന്റെ ഉറുക്കത്തില് ആ അടിയിലെ ലെഗിൻസിനുള്ളിലൂടെ കാണുന്ന അടിവസ്ത്രത്തിന്റെ വടുക്കൾ പോലും ആ പെണ്ണിന് ലജ്ജയില്ല എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നാടിന്റെ അവസ്ഥ എന്താ? ആണും പെണ്ണുമൊക്കെ ലജ്ജയില്ലാത്ത മൃഗങ്ങളെപ്പോലെ വിരാജിക്കുന്ന കേന്ദ്രങ്ങളായി സ്കൂളുകളും കോളേജുകളുടെയും ഒക്കെ ക്യാമ്പസിന്റെ അകത്തളങ്ങൾ മാറുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നവരുടെ ശബ്ദത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിക്കുമ്പോൾ ആരും ഒന്നും പറയാത്ത ക്യാമ്പസുകൾ മാറുമ്പോൾ അതിനകത്തൂടെ കടന്നുപോയി ജീവിതം നശിപ്പിച്ച് മൃഗതുല്യമായി ആരോട് ഇണചേരണമെന്നറിയാതെ, ആരുടെ മുമ്പിൽ വസ്ത്രമൊഴിക്കണമെന്നറിയാതെ ദിശാബോധമില്ലാത്ത ഒരു തലമുറ കെട്ടുപൊട്ടിയ പട്ടം പോലെ കേരളത്തിനകത്ത് ജീവിക്കുമ്പോ നമ്മളൊക്കെ മാതാപിതാക്കളായ നമ്മളൊക്കെ ചിന്തിക്കുന്നു, നമ്മുടെ മക്കള് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ അറിയണം, ഇതൊക്കെ കുട്ടികൾ വളർത്താൻ എന്റെ പ്രിയമുള്ള മാതാക്കൾ, എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ, അവരൊന്ന് ഇടത്തെ നെഞ്ചിൽ കൈവച്ച് ചോദിച്ചു നോക്കി, എന്റെ മോന് എന്റെ മോക്ക് ഇതൊക്കെ വളർത്താൻ എന്ത് ചെയ്തു ഞാനെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ കുട്ടിന്റെ ശരീരം വളർത്താൻ പഴം പുഴുങ്ങിക്കൊടുത്തു, കോഴിമുട്ട പുഴുങ്ങിക്കൊടുത്തു, വയർ നിറച്ച് ചോറ് വെച്ചു കൊടുത്തു. ഉമ്മ സമയം ചെലവാക്കിയത് 80% അടുക്കളയിലാണ്. കുട്ടിയുടെ ശരീരത്തെ വളർത്തിയെടുക്കാനുള്ള കേന്ദ്രത്തിന് അവന്റെ ഒപ്പം നിന്ന്, അവളുടെ ഒപ്പം നിന്ന് എന്തെങ്കിലും ഒന്ന് വളർന്നു. ഇതെല്ലാം കുട്ടികളിൽ വളർത്തണം, അതിനുള്ള സാഹചര്യം ഒരുക്കണം. അതാണ് കുട്ടിയെ വളർത്തൽ.
എല്ലാം തിന്നാൻ ഇങ്ങനെ കൊടുത്ത് എന്തോ ഒരു തടിയാ കുട്ടി എന്ന് അറിയാം. എന്നിട്ട് ഉമ്മാക്ക് കംപ്ലൈന്റ്, തടി പോരാ. അതിങ്ങനെ എന്താ സാധനം ഇത്? എന്റെ മോന്റെ കഴിവെന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇപ്പൊ നടക്കാൻ പോവുക. ഇനിയിപ്പം കൗൺസിലിംഗ് സെന്ററിൽ എത്തുന്ന ആൾക്കാരെ ചോദ്യം എന്താ പറയുക? സ്വന്തം 15 കൊല്ലം കുട്ടീന്റെ കൂടെ വളർന്ന ഉമ്മ എന്റെ മുമ്പിൽ കുട്ടിയെ എടുത്ത് ചോദിക്കുക, സാർ എന്റെ മോൻ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇവന് എന്തിനാ പറ്റുക? ദയനീയമായി നോക്കാൻ അതെന്താ അവരെ ചെയ്യാൻ പാടില്ല. 15 കൊല്ലം കൂടെ ഉള്ള ചെക്കനെ എന്തിനു പറ്റുമെന്ന് തള്ളക്കറിയില്ല. എനിക്കറിയാം. ഞാൻ ചോദിക്കല്ല അവൻ എന്തിനാ പറ്റുക? എന്താ ചപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. എന്തിനു പറ്റും? ഇങ്ങനെ കുട്ടീന് എന്തിനാ പറ്റുക? ആലോചിച്ച് നോക്കിയോ അപ്പോഴെങ്കിലും? ഇതാണ് മക്കളെ വളർത്തൽ. അപ്പോ അറിയണം നമ്മുടെ മക്കളെ, എന്താണ് മക്കൾ എന്നും ഇതിനെ വളർത്തൽ എങ്ങനെയെന്ന് പറയാം. ഞാൻ ചുരുക്കി പറയാം. മക്കൾക്ക് ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. ബാപ്പി ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണത്. എനിക്ക് 3 മക്കളുണ്ടെങ്കിൽ ആ 3 ഒരുപോലെ അല്ല. എല്ലാറ്റിലും വ്യത്യാസം, വ്യക്തി വ്യത്യാസം, വൈകാരികതയിൽ വ്യത്യാസം, താല്പര്യങ്ങളിൽ വ്യത്യാസം, മനോഭാവത്തിലും സ്വഭാവത്തിലും മാനസികാവസ്ഥയിലും കഴിവുകളിലും ബുദ്ധിയിലും ഒക്കെ വ്യത്യാസം. എങ്ങനെ നിങ്ങൾക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റും? എങ്ങനെയാ? എല്ലാറ്റിലും വ്യത്യാസം, വലിയ 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 വ്യത്യാസങ്ങൾ. ഞാൻ പുറത്തു വന്നതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞ് എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കയറിക്കിടന്ന ഒരു ചങ്ങാതിയുണ്ട്, എന്റെ അനിയൻ. ചിന്തിച്ചു നോക്കിയ ഞങ്ങള്. ഈ നിൽക്കണം ഞാൻ ഉണ്ടല്ലോ, ഞാൻ പൊട്ടന മാത്തമാറ്റിക്സില് കണക്കിപ്പോഴും ഞാൻ കൂട്ടിയാ തെറ്റും. അല്ലാതെ നിങ്ങൾ കണക്കിനാ നിൽക്കണ്ട. കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഭാഗ്യിക്ക. ഞാനെങ്ങാനും എഞ്ചിനീയർ ആണെങ്കിൽ ഒരൊറ്റ പാലും ആ തലി മുട്ടൂല. കണക്ക് ശരിയാവില്ല. കണക്ക് ശരിയാതെ മുട്ടു. വർഷം കാത്തതാ. നിങ്ങളൊക്കെ പാലത്തിന് മേലെ കൂടെ ചാടിക്കേണ്ടി വരും അപ്പുറത്തേക്ക്. ചിന്തിച്ചേക്ക ഞങ്ങള്. അപ്പോ ഞാനൊരു പൊട്ടന കണക്കില്, പക്ഷെ സംസാരിക്കും. എനിക്ക് ശേഷം എന്റെ ഉമ്മ പ്രസവിച്ച എന്റെ അനിയൻ, അവന് പേരും കണക്കാ. എന്താ കണക്കറിയാം? അവൻ എഞ്ചിനീയറാ, ഞാനോ? പക്ഷേ എന്നെ പോലെ സംസാരിക്കാൻ അവന് കഴിയില്ല. അവൻ സവാൽ ജവാബ്, എപ്പോ വന്നു പോ, എപ്പോ പോവും നാളെ, എന്താ സുഖം. ഞാൻ എൻ്റെ അമ്മനോട് പറയും എങ്ങനെ മുണ്ടാ, ഇല്ല ഈ കണക്കൊക്കെ കൂട്ടി തോന്നിട്ടാണ് മുണ്ടാൻ. ഞങ്ങൾക്ക് പിന്നെ എല്ലാം കണക്കായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഒരേ ഉമ്മക്ക് ജനിച്ച, ഒരേ വീട്ടിലെ വായു ശ്വസിച്ച, ഒരേ ഭക്ഷണം കഴിച്ച, ഒരേ ബാപ്പയും ഒരേപോലത്തെ സാഹചര്യത്തിൽ വളർത്തിയ മക്കൾക്ക് പോലും അജഗജാന്തര വ്യത്യാസമുണ്ടെങ്കിൽ എങ്ങനെയാ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയ. അപ്പോ മക്കളിൽ വ്യത്യാസമുണ്ടാകും. ഓരോ കുട്ടിയെ അറിഞ്ഞ് ആ കുട്ടിയുടെ വാപ്പയായി മാറാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക. ഞങ്ങളൊരു വാപ്പ, കുട്ടികൾ 4 ഒരേപോലത്തെ വാപ്പ, അതെങ്ങനെ ശരിയാവുക? 4 കുട്ടികളുടെ വൈകാരികത മാറ്റുണ്ട്, ആ കുട്ടികളുടെ മാനസികാവസ്ഥ മാറ്റുണ്ട്, വ്യക്തിത്വം മാറ്റുണ്ട്. ആ കുട്ടികൾക്ക് 4 ഒരേപോലെ ആവാൻ കഴിയണ്ടേ നമുക്ക്? ശരിക്ക് നിങ്ങൾക്ക് ഏത് കുട്ടിയോടാണ് കൂടുതൽ ഇഷ്ടം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ അത് വെറുതെ വിളിച്ചറിയരുത്. 3 കുട്ടികളും അതിന് മേലെയുള്ളവരെന്ന് കൈവക്കി. 3 കുട്ടികളും അതിന് മേലെ 3, 4, 5, 6 കുട്ടികളുണ്ട്. ആ കൈ താത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആണ് കേട്ടോ. വായി നോക്കി നിന്നിട്ടല്ലേ, ഡിസ്ക്വാളിഫൈഡ് ആണ്. 3 കുട്ടികളും അതിന് മുകളിലുള്ളവരോടാണ് എന്റെ ചോദ്യം. ഏത് കുട്ടിയോട് അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചെറിയ കുട്ടിയോട്? പിന്നെ അങ്ങനെയാണോ? എല്ലാവർക്കും ചെറിയ കുട്ടിയോടാണ് ഇഷ്ടം. ഈ ചെറിയ കുട്ടിയോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങളുടെ മറ്റു കുട്ടികൾ മനസ്സിലാക്കി അവിടെ തീർന്നു നിങ്ങളെ വാപ്പത്തരം. അവിടെ തീർന്നു. പിന്നെ സൂറത്ത് യൂസുഫ്, മനുഷ്യന്
മനുഷ്യന് മാർഗനിർദ്ദേശമാണ് എന്ന് പറഞ്ഞ് അവതീർണമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞത് സൂറത്ത് യൂസുഫ്. ആരുടെ കഥയാ സൂറത്ത് യൂസുഫ്? യൂസുഫ് നബി. ബാപ്പന്റെ പേരെന്താ? യാക്കൂബ് നബി. ഒരു കുടുംബത്തിൽ നിന്ന് ബാപ്പി മോനും നബിയായ കുടുംബം. എന്തൊരു നല്ല കുടുംബം ആലോചിച്ച് നോക്ക്. എന്തൊക്കെ കുടുംബത്തിന്റെ ക്വാളിറ്റി ആലോചിച്ച് നോക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല ബാപ്പയെയും മകനെയും നബിയായിട്ട് തിരഞ്ഞെടുത്ത കുടുംബം. എന്താ കുടുംബം ആലോചിച്ച് നോക്ക്. യാക്കൂബ് നബി മക്കളെ വളർത്തിയത് ശരിയായില്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നബിയല്ലേ? എല്ലാ മക്കളെയും യാക്കൂബ് നബി സ്നേഹിച്ചു വളർത്തി. പക്ഷേ മൂത്ത മക്കൾക്കൊക്കെ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി. എന്തായിരുന്നു ആ ചിന്ത? പറഞ്ഞേ തന്നെ. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെറിയ കുട്ടിയെ സ്നേഹിക്കാൻ പോവാ? ഇനി എന്ത് മാർഗനിർദ്ദേശം അങ്ങ് കിട്ടി? യൂസഫ് അങ്ങനെ ഓതിപ്പോയിട്ട് കാര്യമുണ്ടോ? എന്നിട്ടോ ഖുർആൻ തന്നെ പറയുന്നു അവർ അക്രമം ചെയ്തു. എന്തുകൊണ്ടാ? യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനെ യാക്കൂബ് എന്ന് പറയുന്ന ബാപ്പ എല്ലാ മക്കളെയും സ്നേഹിച്ചു. യൂസഫിന്റെ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് അവനോട് ഒരു പ്രത്യേക വാത്സല്യം കാണിച്ചു. പക്ഷേ അത് നയിച്ചത് മുഴുവൻ കുട്ടികളും അക്രമം ചെയ്ത് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് നബിയുടെ ചരിത്രം ഖുർആൻ നമുക്കിങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ട് പിന്നെ സ്നേഹിക്കുക. ചെറുതിനെ സ്നേഹിച്ചോങ്ങൾ. പക്ഷേ നമ്മുടെ മക്കളിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക നമ്മളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന കുട്ടിയോടാണ്, അല്ലേ? അല്ലേ? ഏത് കുട്ടിയെ നമ്മളോട് അടുപ്പം കാണിക്കണത് ആലോചിക്കുക. അപ്പൊ നമുക്ക് മൂത്ത മോനുണ്ട്. മൂത്ത മോന് വാപ്പ വന്നാൽ പോവുന്നില്ല, അടുക്കൂല. ഓനൊരു മൂലക്കൽ ഇങ്ങനെ ഇരിക്കും. നമ്മളോ അടുക്കുന്നതിനെ സ്നേഹിക്കും. കോഴിന്റെ കൂട്ടിലൊക്കെ കയറി അങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഓടിയിരുന്ന കോഴിക്ക് ആദ്യം കിട്ടുമല്ലോ. ഇങ്ങനെ നോക്കിക്കുന്ന കോഴിക്ക് തീറ്റ ഇട്ടുവോ? അതുപോലെ ആഗ്രഹ സ്നേഹം. അപ്പം ചില കുട്ടികൾ അടുപ്പം കാണിക്കാത്ത കുട്ടികളെ അങ്ങോട്ട് ചെന്ന് അടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പാരന്റിങ് ഉണ്ടാവുക. മിക്കവാറും ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പം എന്താ അറിയോ? ബാപ്പനെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കായിരിക്കും? പെൺകുട്ടിക്ക്. ബാപ്പ വീട്ടിൽ കയറിയുമ്പോൾ ഓടി വരാനും മടി കയറി ഇരിക്കാനും ഉമ്മക്കാനൊക്കെ പെൺകുട്ടികളുണ്ടാവും. ഞങ്ങളാണെങ്കിൽ ഓലി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കും. ആൺകുട്ടികൾ നോക്കിയൊക്കെ ഉണ്ടാവും. ശരി, ഇയാൾക്ക് ഇന്ന വേണ്ടല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു കുർത്തക്കൾ കളിക്കുമ്പോൾ നിങ്ങൾ പോയി കണ്ടോ അവനോട് എന്താ കളിച്ചേ ചോദിക്കുമ്പോ പറയാക്കൂലല്ലോ, എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ പറയാക്കുവോ? എന്താ പ്രശ്നം? ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടി ഞാൻ പറയുന്ന ഓരോന്നിനെയും കാണുന്നത് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്നെ ചീത്തറിയുന്ന. ആദ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ട വികാരം എന്താണെന്നറിയോ? പാപ്പാക്ക് ഇഷ്ടാടാ നിന്നെ. പിന്നെ നിങ്ങൾ എന്തും പറഞ്ഞു നോക്ക്. നിങ്ങളെ ഇഷ്ടമുള്ള ആള് നിങ്ങളെ ചീത്തറിഞ്ഞ നിങ്ങൾ കേൾക്കൂലേ? അനുസരിക്കൂലേ? തിരുത്തൂലേ? ദേഷ്യമുള്ള ചീത്തറിഞ്ഞാലോ? നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ വന്ന് നിങ്ങളോട് പറയാണ് എന്താ എന്റെ വിചാരം? നന്നായിക്കൂടെ? നന്നാവൂടാ, ഞാൻ നന്നാവൂല ഉണ്ടോ? നീ ചിലപ്പോൾ പള്ളിക്കൊക്കെ പോയിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ചങ്ങായിന്ന് വിളിക്കും. അല്ല പള്ളിയിൽ പോകല്ലേ? വരൂല ഞാൻ. എന്താ പറയാത്ത? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ പറഞ്ഞ കേൾക്കൂല. ആദ്യം മക്കള് നമ്മളെയും നമ്മള് മക്കളെയും ഇഷ്ടപ്പെടണം, എങ്കിലേ തിരുത്താൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഓരോന്നിലും വ്യത്യാസം, താല്പര്യങ്ങളിൽ വ്യത്യാസം. എന്താ? എല്ലാവരുടെ താല്പര്യത്തെയും സംരക്ഷിക്കണം. ഇതാണ് ഒരു ബാപ്പ വീട്ടിനകത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി. മനോഭാവത്തിൽ വ്യത്യാസം, സ്വഭാവം വ്യത്യാസം, മാനസികാവസ്ഥ വ്യത്യാസം, എല്ലാം വ്യത്യാസം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വ്യക്തിത്വ വ്യത്യാസം. ഞാൻ നോക്കിക്കോട്ടോ, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇതിനെക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. വ്യക്തിത്വ വ്യത്യാസം, പാരമ്പര്യവും അനുഭവങ്ങളും കൂടി കുട്ടിയിൽ രൂപപ്പെടുന്ന സാധനത്തിന്റെ പേരാണ് വ്യക്തിത്വം. എന്തൊക്കെയാ? അവന്റെ പാരമ്പര്യവും അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ചേർന്ന് കുട്ടിയിൽ രൂപപ്പെടുന്ന ഒരു സാധനം ഉണ്ട്. അതിന്റെ പേരാണ് വ്യക്തിത്വം. അങ്ങനെ അവന് വ്യക്തി വ്യത്യാസമുണ്ടാകും. 2 തരത്തിൽ മക്കളുണ്ടാവും, മറക്കരുത്. ഒന്ന് അന്തർമുഖൻ, അവനെപ്പോഴും അന്തറായിരിക്കും. 2 ബഹിർമുഖൻ, അവനെപ്പോഴും ബഹറായിരിക്കും. അത്രയുണ്ട്. ആരാണ് ഈ അന്തർമുഖൻ? നിങ്ങൾ കാണാൻ പറ്റും മനുഷ്യന്റെ വ്യക്തിത്വം 2 അർത്ഥത്താ. ഒന്ന് എക്സ്ട്രോവേർഷൻ, 2 ഇൻട്രോവേർഷൻ. അന്തർമുഖത്വവും ബഹിർമുഖവും. ഒരു കുട്ടി ഇവിടെയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പറയാം പെർഫെക്റ്റ് എക്സ്ട്രോവേർട്ട് എന്നാ.
അവനൊരു പ്രശ്നക്കാരനായിരിക്കും. ഒരു കുട്ടി ഇവിടെ വന്നാലോ അവൻ പെർഫെക്റ്റ് ഇൻട്രോവേർട്ടാ, അവനും പ്രശ്നക്കാരനാ. ഒരു മനുഷ്യനോട് മിണ്ടാതെ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കാൻ, വാ തുറന്ന് വർത്താനം പറയാത്ത, സാമൂഹ്യ ബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത, എന്നാൽ അകത്ത് എഴുത്തും വായനയും ഒക്കെയുള്ള മക്കളാണ് ഇൻട്രോവേർട്ടുകൾ. എക്സ്ട്രോവേർട്ടുകളോ ഭയങ്കര സംസാരം, സ്മാർട്ട്, ഓവർ സ്മാർട്ട്, ഓവറാക്കും ചങ്ങായി. ഇതാണ് എക്സ്ട്രോവേർട്ടുകൾ. ചിന്തിച്ചു നോക്കിയാ നമ്മുടെ മക്കൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ, അതിനിടയിൽ എവിടെങ്കിലും ആണോ എന്ന തിരിച്ചറിവാണല്ലോ ഒരു ബാപ്പയുടെ ഉമ്മയുടെ മക്കളെ വളർത്തലിന്റെ അടിസ്ഥാനമാണ് വേണ്ടത്. അത് എവിടെയാ മക്കള്? ചിലപ്പോ ചില മക്കൾ ഇവിടെ ഉണ്ടാകുക. ഇതില് ഈ നടുവിലൊക്കെ കുട്ടികൾ കിട്ടിയാല് അവരൊക്കെ നോർമലായിരിക്കും, വല്ലാതെ ഇങ്ങോട്ട് ഓവറാക്കില്ല. നാം മുണ്ടുണ്ട് അതോ. അപ്പൊ ഇവിടെയുള്ള കുട്ടിനെ എന്താ ചെയ്യാന്നറിയോ? കുറച്ചൊന്ന് ഇങ്ങോട്ട് നടത്തും, ഇവിടെയുള്ള കുട്ടിനെ ഇങ്ങോട്ട് നടത്തും, അപ്പൊ റെഡിയാവും. ഇവിടെയുള്ള കുട്ടിനെ പോയി കല്യാണം കഴിച്ചാലാണ് നമുക്ക് പണിയാവുക. വ്യക്തി വ്യത്യാസം. അപ്പോ ഈ കുട്ടികള് അവർക്ക് എക്സ്ട്രോവേഷൻ അല്ലെങ്കിൽ സ്മാർട്ടായിരിക്കും, സംസാരിക്കും, ടോക്കറ്റീവ് ആയിരിക്കും, നല്ല വ്യക്തിബന്ധങ്ങൾ. ആരെങ്കിലും പുരേക്കണ്ട് വരാറിഞ്ഞ അവന് പെരുന്നാള് അല്ലേ, ഇനി ആരുമില്ലേ, നാലല്ലേ ഉള്ളൂ, 10 മണി വിളിച്ചോളി അറിയും. എന്താ ഇൻട്രസ്റ്റ് അറിയോ? അങ്ങനെ പറന്ന് നടക്കും. ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവന് സന്തോഷം കൂടും. എന്നിട്ടോ എന്തോ ഒരു സംസാരം, എന്തോ ഒരു സോഷ്യബിലിറ്റി, കമ്പാനിയബിലിറ്റി. കണ്ടോ നിങ്ങൾ, എല്ലാം ഉണ്ടാകും. ആളുകളെങ്ങനെ സ്നേഹിച്ചിട്ട് ഉഷാറാണോന്ന് ആൾക്കാർ പറയും. ഉഷാറോട് പൊടുങ്ങിക്കപ്പൊ ഞാൻ അപ്പുറത്ത് ഒന്നുണ്ട്. ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും മാളത്തിനകത്തേക്ക് ഒതുങ്ങുന്ന അമ്മായി മക്കളും വീട്ടിൽ വന്ന് ഇറങ്ങൂല. ഒക്കെ പോയി കഴിഞ്ഞ് ഒച്ചമിളക്കുന്ന ഞാൻ തലട്ടേക്കും പോയി ഷൗട്ട് എന്നും വെറൈറ്റിങ്ങൾ ഇങ്ങോട്ട്. കുട്ടി ആളുകളുടെ എണ്ണം കൂടുന്തോറും എന്താ നോക്ക് നിങ്ങൾ, ഇൻട്രോവേർട്ടായ കുട്ടി നെർവസ് ആൻഡ് അലൂഫ്, അൺകമ്മ്യൂണിക്കേറ്റീവ്, മൂണ്ടൂല. എന്താ പറയാന്ന് അമ്മായിക്ക് വന്നാൽ കുട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യും. ആദ്യം എന്താ ചോദിക്കണ്ടേ, പിന്നെന്താ, അപ്പോഴേക്ക് അമ്മായി പോയിണ്ടാവും. മറ്റേ കുട്ടിയാണെങ്കിൽ ഇനി ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. ഓനെ പേടിച്ച് അമ്മായി പോയിണ്ടാവും. മറ്റേ നോക്ക് നിങ്ങള്, ഇൻട്രാപേഴ്സണൽ, അകത്തേക്ക് ഒതുങ്ങി വെറുപ്പും നാണവും സെൻസിറ്റിവിറ്റിയും പൊസസീവ്നെസ്സും അൺഫ്രണ്ട്ലിനെസ്സും ഒരു തണുപ്പ് സാധനം. 2 തരം കുട്ടികള്. ഇവരെ തിരിച്ചറിയണം. അതിന് സൈക്കോളജിയുടെ മാർഗമുണ്ട്, മെയിൻ സ്ട്രീമിംഗ് എന്ന മാർഗം. ഇത്തരം കുട്ടികളെ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് ചെറുപ്പത്തിൽ കാണിക്കും. ചില കുട്ടികൾ ഈ നാണം കുണുങ്ങി മക്കൾ ഉണ്ടോ, ഷൈനസ്, ചെറുപ്പത്തിൽ കാണിക്കുന്ന ഈ നാണം കുണുങ്ങലിനെ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ആ കുട്ടിയെ മുഖ്യധാരയിലേക്ക് ഇങ്ങനെ വലിച്ചിടണം. ആര് വന്നാലും അതിന് മുന്നിൽ കൊണ്ട് വെക്കണം, സംസാരിപ്പിക്കണം. അങ്ങനെ ആ കുട്ടിയുടെ സാമൂഹ്യ ബോധത്തെയും ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് ഇവിടെയുള്ള കുട്ടിനെ കുറച്ചൊന്ന് ഇങ്ങോട്ട് നടത്തണം. ചില കുട്ടികളുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ ആരെങ്കിലും വീട്ടിൽ വന്ന് എന്തൊരു സംസാരം എന്നറിയോ, എന്നിട്ടോ പലതും പറയും. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര രസമായിരിക്കും, നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അങ്ങോട്ട് ചോദിച്ചു വെക്കുക എന്താ വർത്താനെന്ന്, അപ്പൊ കേൾക്കാം. പിന്നെ ആ കുട്ടിയുടെ സംസാരം നമുക്ക് വലിയ ബാധ്യതയാവും. ആദ്യം നമ്മളെന്നെ പ്രോത്സാഹിപ്പിക്കും, പിന്നെ നമ്മളെന്നെ തള്ളാൻ നിൽക്കും. അപ്പൊ വളർത്തി അത്തരം കുട്ടികളെ ഇവിടുന്ന് ഒന്ന് കുറച്ച് ഇങ്ങോട്ട് നടത്തണം. അത്ര ഉണ്ട്, വേണ്ട വറാക്കല്ലേ എന്ന് പറയണം. മറ്റേതിനെ കുട്ടി ഇങ്ങോട്ട് ഇടണം, മറ്റേത് കൂടിയ പോകണത് അതിനോട് സൈഡാക്കണം. ഇതാണ് കുട്ടികളെ വളർത്തല്. പക്ഷേ ഇതില് ഇൻട്രോവേഷനുള്ള കുട്ടിക്കൊരു ഗുണമുണ്ട്. ആ കുട്ടി ഒന്നുകിൽ ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ എഴുതും, അല്ലെങ്കിൽ വായനാശീലം ഉണ്ടാവും. നിങ്ങളെ കുട്ടിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി വളർത്താൻ. ആ കുട്ടിക്ക് വായനാശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക. കുട്ടിക്ക് വല്ലാതെ ആ കുട്ടിങ്ങനെ വർത്താനൊന്നും പറയില്ല, മറ്റേതൊന്നും വായിക്കില്ല, ഒരു സാധനം ഇതുമില്ല, ഒന്നും വരയ്ക്കില്ല. അല്ലെ, മനുഷ്യനൊക്കെ വരച്ചാൽ നിങ്ങൾ ശൈത്താനാണോ ചോദിക്കുക, അക്കോലത്തിലാണ് വരയ്ക്കേണ്ട. ഒരു ഉണ്ടല്ലോ വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് റെഡിയാക്കും. മറ്റേ കുട്ടി കഴിവുകളുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടിയെ പടച്ചവൻ ഉണ്ടാക്കിയത് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആലോചിക്കണം. മറ്റേതൊന്നും ആലോചിക്കില്ല. വല്ലാതെ ചിന്തിച്ച് അവിടെ കയറിക്കാൻ പറ്റുള്ള ആലോചിക്കുക.
ഒരു ജിദ്ദയ്ക്ക് വന്ന് ഇവിടെ നിന്ന് ഓരോന്നിങ്ങനെ നോക്കി പ്രശ്നം എല്ലാം ചിന്തിക്കാത്തോണ്ടല്ലോ അതിന് മുകളിൽ നിൽക്കണത് അന്തല്ലാത്തോണ്ട്. അപ്പൊ കുട്ടികളോ നല്ല സയന്റിസ്റ്റുകള് ഞാനൊക്കെ ഒരു സയന്റിസ്റ്റാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു കണ്ടുപിടുത്തം നടക്കൂല, ആ സ്ഥലത്തുള്ള ഒറ്റൊന്നിനും കണ്ടുപിടിക്കാൻ സമ്മതിക്കില്ല. ഉണ്ടാക്കണ്ടേ ഇതൊന്ന്, നമുക്കെതിരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ, മക്കൾ എന്ത് എന്ന തിരിച്ചറിവ്. പക്ഷെ ഈ കുട്ടിണ്ടല്ലോ ഭയങ്കര കഴിവായിരിക്കും, പക്ഷെ സോഷ്യലായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് വരാൻ കഴിയില്ല. ആ കുട്ടി നന്നായിട്ട് എഴുതുന്ന കുട്ടിയായിരിക്കും. ഇതൊരു രസത്തിൽ എഴുതുന്നറിയോ, ആ ഡയറി എഴുതും, മുണ്ടൂല. അപ്പൊ ആ കുട്ടിയുടെ കഴിവുകളെ വളർത്തിക്കൊണ്ട് തന്നെ കുട്ടിയുടെ മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് ഉപ്പമാർ വളർത്തുന്നവരാവുക. നമുക്ക് കഴിയില്ല ആ കുട്ടി എഴുതുമ്പോൾ എഴുതാൻ, നമുക്ക് കഴിയില്ല ആ കുട്ടി വായിക്കുമ്പോൾ വായിക്കാൻ, നമുക്ക് കഴിയില്ല ആ കുട്ടി വരയ്ക്കും പോലെ വരയ്ക്കാൻ. അത്ര ചിന്ത. അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണം, നല്ല എഴുതാൻ പറ്റുള്ളൂ. ഉള്ളതും വരണ്ടേ, നമ്മൾ വർത്തമാനം പറഞ്ഞത് ഇതാ അയ്യോ വരണ്ടേ. എന്ത് രസത്തില് ഓരോ കവിതയും കഥയൊക്കെ നിങ്ങൾ കേട്ടു, എന്ത് മനോഹരം. നമുക്ക് എഴുതാൻ പറ്റുമോ? നമ്മൾ കേൾക്കാത്ത ഏത് വാക്കാണ് ഈ കവിതയിലുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിന്റെ താളമോട് ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. സുഗതകുമാരിയാ ആണോ? സുഗതകുമാരിന്റെ പാട്ടാണ്. ചിന്തിച്ചോക്കെ നിങ്ങള്, ചിന്തിച്ചോക്കെ എന്ത് രസമുണ്ട് കേൾക്കാൻ. ഒരു കാടും ആ കാട് നശിപ്പിച്ചതും ചിറകൊടിഞ്ഞ പക്ഷിയെയും കുറിച്ച് സുഗതകുമാരി പാടാണ്, സുഗതകുമാരി എഴുതി വെച്ചതാണ്. ചിന്തിച്ചു നോക്കിയാ എന്ത് രസമുണ്ട്. അപ്പോ ഇങ്ങനെ ഇതിലെന്താ നിങ്ങൾ കേൾക്കാത്ത വാക്ക്? വെട്ടിയ നിങ്ങൾ കേട്ടില്ലേ? കുറ്റി, ഗ്യാസും കുറ്റി നിങ്ങൾ കേട്ടില്ലേ? ആർദ്രമായി നിങ്ങൾ കേട്ടില്ലേ? ചാഞ്ഞിരിക്ക നിങ്ങൾ കേട്ടില്ലേ? ഒറ്റച്ചിറക് നിങ്ങൾ കേട്ടില്ലേ? താളം നിങ്ങൾ കേട്ടില്ലേ? ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ? എന്താ നിങ്ങൾ ഇത്രയും കാലം എഴുതാഞ്ഞ്? നമുക്ക് വർത്തമാനം പറയണം അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും മനുഷ്യൻ കൊടുക്കുന്ന കഴിവുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ചെറിയ കുട്ടികൾ കവിത എഴുതി തരും, കുട്ടിക്കാലത്തെ കവിത എഴുതി തരും. എന്ത് രസം തരും ആ കവിത കുട്ടിത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ ഉമ്മ നേരാലും ഉമ്മ ചെറുതെന്ന് എഴുതിയ ഉമ്മ പറയാ കുട്ടീനോട്, എൻ്റെ അടുത്ത് കൊണ്ടുവരും ഒരു കുട്ടീനെ. ആ കുട്ടി ഫ്ലാറ്റിലാ താമസം, നാട്ടില്. ഫ്ലാറ്റിൽ നിന്ന് കുളിക്കാൻ കയറി ഒരുപാട് സമയം ഉമ്മ പോയിക്കാണ്ട് ബാത്റൂമിന് 4 അടി അടിക്കുമ്പോഴാണ് ക്ലോസറ്റ് പോയി എണീക്കുക. പെൺകുട്ടിയാ. പിന്നെ എണീറ്റിട്ട് ആ കണ്ണാടിയിൽ നോക്കി അങ്ങനെ നിൽക്കന്നെ, ഫുള്ളെന്തോ ആലോചിക്കുക, എന്തോ കണ്ടുപിടിക്കുക. പിന്നെ അമ്മ 4 മുട്ട് കിട്ടുമ്പോൾ കുട്ടി പുറത്തൊക്കെ ഇറങ്ങും. ഇങ്ങനെ യൂണിഫോം ഇട്ടും എന്നിട്ടോ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ കോണിങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, അതിന്റെ പുറത്തു കൂടെ നോക്കി കുറച്ച് വാഴയും പിന്നെ കപ്പയൊക്കെ ഉണ്ട് കൃഷി, അത് നോക്കി അങ്ങനെ വെക്കും. ഉമ്മ ഇവിടുന്ന് ഡീ അപ്പൊ അടുത്ത കോണി ഇറങ്ങും. പിന്നെ ഡീ കൊണ്ടുവന്നുകൊണ്ട് പറയും, എന്തൊക്കെ സാറേ ഇത് സാധനം അടുത്ത്. പക്ഷെ ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ ചിത്രം വരയ്ക്കും. ആ കുട്ടി ചിത്രത്തെ ആവാഹിക്കാണ് ഇങ്ങനെ നോക്കിയിട്ട്. ഉമ്മാണെങ്കിലോ ചോറും കറി ഉണ്ടാക്കാൻ വേറെ എന്തിനറിയാം. എന്നിട്ട് ഈ കുട്ടീനെ പറയരുത് എന്താ അങ്ങനെ. ആ കുട്ടിക്ക് ഒരു കഴിവുണ്ട്, ആ കഴിവിനെ വളർത്തിക്കൊണ്ട് തന്നെ കുട്ടിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉമ്മക്കും പാപ്പക്കും കഴിയണം. ഓരോ മക്കളും ഇങ്ങനെയാണ്. ഈ ഞാൻ വരച്ച ആ വരയിലാണ് നിങ്ങളുടെ മക്കള്. അപ്പോ ഇവിടെ നിങ്ങളെ മൂത്ത കുട്ടി നിൽക്കുന്നത് ഇന്ന് പോയിട്ട് നിങ്ങൾ കണ്ടെത്തണം. രണ്ടാമത്തെ കുട്ടി എവിടെ നിൽക്കുന്നത്, കെട്ടോളം എവിടെ നിൽക്കണമെന്നും കണ്ടെത്തണം. കാരണം ടാങ്കിലുള്ളതേ പൈപ്പിൽ വരുള്ളൂ. അതാ നേരത്തെ എഴുതിയത്, പാരമ്പര്യം എന്ന് എഴുതിയത്. ബാപ്പ ചില കുട്ടികളൊക്കെ കൊണ്ടുവരും, സാർ വല്ല മുണ്ടില്ല വല്ല കൗൺസിലിങ്ങിനുണ്ടല്ലോ. ഞാൻ ചോദിക്കും ബാപ്പ മുണ്ടെന്ന്, അത് വരാക്കല്ലേ പിന്നെ ഞാൻ ഇങ്ങനെയായി. അതേമാതിരി അവരുതല്ലവൻ. അപ്പോഴും ഞാനിത് തന്നെ പറയും, ടാങ്കിലുള്ളതേ പൈപ്പിൽ വരുള്ളൂ. വേറെന്തേ വരുമോ? ടാങ്കിൽ മലിനജലം നിറച്ച പൈപ്പിൽ നല്ല വെള്ളം വരുമോ? അപ്പൊ ബാപ്പാന്റെ വ്യക്തിത്വവും ഉമ്മാന്റെ വ്യക്തിത്വവും ഒക്കെ മക്കളുടെ വ്യക്തിത്വ വികാസത്തെ സ്വാധീനിക്കുമെന്നും ആ വ്യക്തിത്വത്തിൽ ചില പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞു ഇൻട്രോവേർട്ടും പ്രശ്നമാണ്, എക്സ്ട്രോവേർട്ടും പ്രശ്നമാണ്, ആ രണ്ടിനെയും നടുവിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് രക്ഷാകർത്തൃത്വം എന്നത്. അതാണ് മക്കളെ വളർത്തൽ എന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളൊക്കെ വിജയിക്കുക. അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്.
ചെറുപ്പത്തിൽ തുടങ്ങും കുട്ടികളത്, ചെറിയ 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 മക്കള് കവിത എഴുതും. മണ്ണുമാന്തിയെടുക്കുന്ന യന്ത്രമേ, എന്താ സാധനം? JCB. കവിതയിൽ JCB വിളിക്കാൻ പറ്റൂല, അവിടെ വിളിച്ചാട്ടോ, അഡ്ജസ്റ്റ് ചെയ്തേക്ക്. കുട്ടി പറയുക, മണ്ണുമാന്തിയെടുക്കുന്ന യന്ത്രമേ, മണ്ണുമാന്തിയെടുക്കുന്ന വേളയിൽ. യന്ത്രം വന്നിട്ട് JCB വന്ന് തറവാടിന് മന്ത. നിങ്ങൾക്കാർക്കും തറവാട് പറ്റുമോ? ഇല്ല, മാന്ത. തറവാട് ഇങ്ങനെ മാന്താണ് JCB. വൃത്തിയുടെ തറവാട്, ഒരു സൗകര്യമില്ല. നമുക്ക് ബുദ്ധിമുട്ടിരിക്കണ്ടേ? അതിങ്ങനെ മാന്തം. അതിങ്ങനെ മാന്തുമ്പം കുട്ടി എഴുതിയ കവിതയാണിത്. മണ്ണുമാന്തിയെടുക്കുന്ന യന്ത്രമേ, മണ്ണുമാന്തിയെടുക്കുന്ന വേളയിൽ പന്തുപോലൊരു സാധനം കിട്ടിയാൽ. ഇങ്ങനെ പന്തുപോലൊരു സാധനം കിട്ടും മാന്തുമ്പളേ തറവാട്ടില്. നമ്മളൊക്കെ കളിച്ചു നടന്ന മണ്ണ്. കുട്ടി പറയുക, പന്തുപോലൊരു സാധനം കിട്ടിയാൽ ഒന്ന് കൂകി വിളിച്ചറിയിക്കണേ, കുഞ്ഞുനാളിൽ കുഴിച്ചിട്ടതാണെടോ പന്തു കായ്ക്കും മരമായി വളരുവാൻ. കുട്ടിയാണ് എഴുതിയത് കവിത. കുഞ്ഞുനാളിൽ പന്ത് കായ്ക്കുന്ന മരം വളരാൻ ഞാൻ കുഴിച്ചിട്ട പന്തിന്റെ തറവാട്ടിന്റെ മുറ്റത്ത് മണ്ണ് മാന്തിയെടുക്കുമ്പോ ഒന്ന് കൂകി വിളിക്കണേ, നൊസ്റ്റാൾജിക് ഫീലിംഗോട് കൂടി ആ പന്തുണ്ടോ നോക്കാനാണ് എന്ന് കവിത എഴുതിയ മക്കളുണ്ട്. മുണ്ടൂല, അമ്മായി വന്നാലും മുണ്ടൂല, ആര് വന്നാലും മുണ്ടൂല. പക്ഷെ കുട്ടിൻ്റെ അകത്ത് നിറഞ്ഞ കവിതയും ചിത്രവും ഭാവനയും ഒക്കെയുണ്ട്. ആ കുട്ടിയെ, ആ ഭാവനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് മക്കളെ വളർത്തുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ച പയം പോയി കൊടുക്കല്ല, ആ കുട്ടിയെ വളർത്തിരുന്നോ? നിങ്ങൾ കോയമ്പേട്ട പോയി എൻ്റെ ബാക്കിലടുത്ത് തിന്നറ ആരോഗ്യം പോയി, നല്ല കാര്യം കുറെ ആരോഗ്യം ഉണ്ടായിട്ട്. കുട്ടിയെ വളർത്തൽ, വ്യക്തിത്വം വളർത്തൽ. ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നിടത്ത് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടി കൃത്യമായി വളരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന കുട്ടിക്ക് ലോകത്തെ ഓരോ മനുഷ്യനും, എനിക്കും നിങ്ങൾക്കും ചിന്തിക്കണം, ഓരോ മനുഷ്യനും ഒന്നാമത്തെ ഒരു സർക്കിൾ ഉണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കുക, എനിക്ക് ചുറ്റും ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ പേരാണ് ഇന്റിമേറ്റ് സർക്കിൾ. ഞങ്ങൾക്കൊക്കെ ഉണ്ടാ സർക്കിള് ഉണ്ടാവും, ഇന്റിമേറ്റ് സർക്കിൾ. ആരൊക്കെയാണ് സർക്കിളിൽ ഉണ്ടാവുക? ഭാര്യ, മക്കൾ, ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ. ചിലപ്പോൾ സഹോദരങ്ങളൊക്കെ പുറത്തായിരിക്കും, നിലമ്പോട്ടെ. ആ ഇന്റിമേറ്റ് സർക്കിളുള്ള ആളുകളെ നിങ്ങൾക്ക് സ്നേഹിക്കാനും കാര്യങ്ങൾ ചെയ്യാനും. ഈ എക്സ്ട്രോവേർട്ടിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഇന്റിമേറ്റ് സർക്കിളിൽ നിറച്ചു ആൾക്കാരായിരിക്കും, എല്ലാത്തിനും പിടിച്ചേക്ക് കയറ്റും. സൈക്കോളജി പറയുന്നത് ഈസി ടു എൻറ്റർ ആൻഡ് ഈസി ടു എക്സിറ്റ്. ആർക്കും കയറാം ഇന്റിമേറ്റ്. നമ്മൾ ഇന്റിമേറ്റ് ഫ്രണ്ടല്ലേ, എന്താ വർത്തമാന സുഖത്തിലല്ലേ? ആൾക്കാരുണ്ടല്ലേ നിങ്ങളിങ്ങനെ എല്ലാവരും ഉണ്ട് ഇന്റിമേറ്റ്. അപ്പൊ ആരും ഇന്റിമേറ്റ് അല്ലാത്തത്? ഇവൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ കൗൺസിലിംഗ് കൊണ്ടുവരും. എന്തിനാ എന്റെ മുമ്പിൽ ചോദിക്കും, ഞാൻ എന്തിനാ എനിക്ക് എന്തിനാ എന്തിനാ ഞാൻ എന്തിനാ പെണ്ണുങ്ങളല്ലേ സാറേ? അത് ഓർമ്മയുണ്ട് സാറേ. എന്താ എല്ലാവരും പെണ്ണുങ്ങളായി തന്നെ? അമ്മ മോളോട്, മൂത്തമ്മൻ്റെ മോളോട് നാട്ടിൻ്റെ അപ്പുറത്തുള്ള പെണ്ണിനോട് ഇപ്പുറത്തുള്ള പെണ്ണോട് എല്ലാം. പിന്നെ ഞാൻ ഇയാൾ വരും, ഒക്കെ നമ്മൾ ഇന്റിമേറ്റ് അല്ലേ? ആ പറ്റൂല ഉണ്ടല്ലേ? ഇനി അടുത്ത സർക്കിൾ വരും. അടുത്ത സർക്കിൾ ഏതാ? ആ സർക്കിളിന്റെ പേരാണ് ഫ്രണ്ട് സർക്കിൾ. അതിൽ നിറച്ചു ആൾക്കാർ, എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് എല്ലാ സർക്കിളും നിറഞ്ഞു നിൽക്കും. എല്ലാ സർക്കിളും ഫ്രണ്ട് സർക്കിൾ നിറഞ്ഞു, ഫാമിലി സർക്കിൾ നിറഞ്ഞു, കുട്ടിയുടെ സോഷ്യൽ സർക്കിൾ നിറഞ്ഞു. എല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങൾ കണ്ടില്ലേ? കുറെ ലീഗ്, കുറെ മുജാഹിദ്, എല്ലാം കൂടി അങ്ങോട്ടായിട്ട് 5-8 ഗ്രൂപ്പിന്റെ അഡ്മിൻ. അവസാനം പെണ്ണുങ്ങൾ നോക്കി, ഞങ്ങളെ കുടുംബത്തിന്റെ അഡ്മിനെ തരുമോ സാറേ? അവിടെ പ്രശ്നം ഫുൾ അഡ്മിൻ, അടിപൊളി വാദപ്രതിവാദം, വാഗ്വാദങ്ങൾ. ഓനെന്ത് പെണ്ണുങ്ങൾ നിറച്ചു ആൾക്കാരാ. എന്താ കേട്ടോ? അതാ ഭയങ്കര പ്രശ്നം. കല്യാണം കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങോട്ട് കേറ്റൂല. അതിൻ്റെ അകത്ത് ആകെ 4 ആളെ ഉണ്ടാവുള്ളൂ. കല്യാണം കഴിച്ചാൽ പുതിയാപ്പിള കയറട്ടെ, പുറത്തേക്ക് ഇന്റിമേറ്റ് ആവില്ല. ഇന്റിമേറ്റ് ആയാലോ നിങ്ങൾ പെട്ടതാ. പിന്നെ ഓളെ കൊണ്ടാണ്ട് പെടും. ഒന്നുകിൽ അത് നെക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഓള് നക്കിക്കൊല്ലും. മരണം ഉറപ്പാണ്.
അല്ലേ? അങ്ങോട്ട് തോന്നി നിങ്ങൾ കൗൺസിലറോട് പറയും സാർ ഒന്ന് സ്നേഹം കുറയ്ക്കാൻ പറയും. ഭർത്താവ് ചോദിക്കുക എനിക്ക് സ്നേഹം എന്തിനാ കുറയ്ക്കുന്നു? ഇത്ര വേണ്ട, കുറച്ചൊക്കെ പറയും. വരും അങ്ങോട്ട് സ്നേഹിച്ചിട്ടേ പുതിയ അപ്പുള്ള അനങ്ങയൊക്കെ കഴിയൂല. ഇയാൾ വണ്ടി എടുത്തിട്ട് പുറത്തൊക്കെ പോയി അപ്പം വിളിയ വണ്ടിന്റെ ഗിയറൊക്കെ ഡൗൺ ചെയ്ത് സൈഡിൽ തണലത്തെടുത്ത് എന്താടി അങ്ങോട്ടിലെത്തിയ ഇല്ല ഇത്തിരി വിളിക്കണേ ശരി മൂപ്പര് വിളിക്കാൻ പറഞ്ഞു. കുറച്ച് എത്തിയില്ല അന്ന് വെറുതെ വിളിച്ചു. അതെന്താ വിളി? നീ അഥവാ അയാൾ ഇനി ഓള് വിളിച്ച് ശല്യപ്പെടുത്തണ്ടായിരിച്ച് ഫോണെങ്ങാനും വീട്ടിൽ വെച്ച് പോയാലോ അയാളെ മുഴുവൻ ഫ്രണ്ട്സും അങ്ങാടിയിൽ അയാളെ കത്തിട്ടുണ്ടാവും. ആര് വിളിച്ചിരുന്നു? എവിടെയാണ് നീ കാണല്ലേ അറിഞ്ഞു? ഞാൻ എപ്പോഴും പോകുന്നു. ഇതിനെങ്ങാനും കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇതിനെന്താ ചെയ്യാ സാറേ? ഓള് പറയും എന്റെ ഭർത്താവ് എനിക്ക് സ്നേഹിക്കണ്ടേ? ഒടിയല്ലേ? ഇതൊക്കെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഈ കുട്ടിന്റെ എല്ലാ സർക്കിളിലും ആൾക്കാരെണ്ണം കുറവായിരിക്കും. അങ്ങോട്ട് ശരിയാവില്ല. ഇതാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്, ആ കുട്ടിയെ വളർത്തൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഏറെ ചർച്ച ചെയ്യേണ്ടതും മക്കളെ വളർത്തുന്ന രക്ഷിതാക്കൾ അറിയേണ്ടതും. ഇതൊക്കെ അറിഞ്ഞാല് നമുക്ക് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയോ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി. ഇനി നമ്മളെ മക്കള് എബിലിറ്റി വ്യത്യാസം ഉണ്ടാവും. ചില മക്കളുണ്ടാവും മെക്കാനിക്കൽ എബിലിറ്റി ആകുമ്പോ നമ്മൾ ഉമ്മ പറയും, ആ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കാറോ? ഉമ്മ പറയും ഓ ഇതിനെ കൊണ്ട് തോറ്റി എല്ലാം കേടെടുത്തു. ശരിക്കും കേടെടുത്തല്ല, നന്നാക്കിയതാ. പലവട്ടം വീഴുമ്പോ നടക്കാൻ പഠിക്കും, പലവട്ടം കേടെടുത്തുമ്പോ നന്നാക്കാൻ പഠിക്കും. പക്ഷെ കേടെടുത്താൻ വല്ലാതെ സാധനം അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സമ്മതിക്കില്ല എന്ന് മാത്രം. ചെറുക്കനുള്ള കഴിവിന്റെ പേരാണ് മെക്കാനിക്കൽ എബിലിറ്റി. അവന് അയച്ചു നോക്കും, സൈക്കിൾ വാങ്ങിക്കൊടുത്ത കുറച്ചൊക്കെ ഇങ്ങനെ ചവിട്ടും, പിന്നെ കമിത്തിട്ടാണ്ട് എങ്ങനെ ഇത് പരിപ്പെടുക്കാമെന്ന് പഠിക്കുന്നുണ്ടാവും. സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, കത്തി, കൈക്കോട്ട്, പിക്കാസ് മുതലായ സാധനങ്ങൾ എടുത്തു വെച്ചില്ലെങ്കിൽ പോരാൻ പൊളിച്ച് പന്തലിടും. ചെക്കൻ എന്ത് സാധനം ഇതിന്റെ ഉള്ളിൽ എന്താ? കാറൊക്കെ ചെറിയ മോന് കാറ് കൊണ്ടു കൊടുത്താൽ അങ്ങനെ ഓടിക്കലങ്ങനെ നോക്കിക്കൊണ്ട് അത് എങ്ങനെ പോടും. പിന്നെ അവന്റെ ഉള്ളിൽ വരും ഇതിന്റെ ഉള്ളിൽ എന്താ? അപ്പൊ ഒന്ന് ചവിട്ടി വെക്കും, എന്നിട്ട് പൊട്ടിച്ചിട്ട് അവിടെ പൊട്ടിപ്പോയതാട്ടോ ഞാൻ ഉള്ളൊന്നും വേണ്ട. എന്നിട്ട് അതിന്റെ നിശ്ചയിത്താണ്ട് വേറെന്താ സാധനം ഉണ്ടാക്കിണ്ട. ബാപ്പ വന്നിട്ട് 350 കാർ ആരാളെ പൊട്ടിപ്പോയതാ. അപ്പൊ അതിനുള്ളിൽ സാധനം അടുത്ത കാറ് കൊണ്ടുവരുമ്പോൾ തന്നെ ബാപ്പനോട് പറയാതാ മൂപ്പര് 350 റിമോട്ടുള്ള കാറുണ്ടെന്നാ. അവൻ നിലത്ത് വെച്ചപ്പോ എന്റെ മൂത്ത ചെക്കൻ പറയാം ഇത് കേടെന്ന് എനിക്കായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ കാര്യം പോക്കാ കൊട്ടേഷനായി. ഇതെങ്ങനെ ഓടുന്നത് കേടെന്ന് ബാപ്പനിക്കായിരുന്നു കേട്ടോ. അതിനുള്ളിൽ എന്താ എല്ലാം പരിപ്പെടുത്ത് കൈ കൊടുക്കും. ഈ കുട്ടികളുടെ കഴിവെന്ന മെക്കാനിക്കൽ എബിലിറ്റി പടച്ചോൻ കൊടുത്ത വല്ലാത്തൊരു കഴിവാണ്. പക്ഷെ ചെറുപ്പം മുതൽ തന്നെ ഈ കുട്ടിയുടെ കഴിവിനെ വളർത്താൻ ശ്രമിക്കാതെ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ ചിന്തിക്കണം, നിങ്ങളുടെ കുട്ടിക്ക് മെക്കാനിക്കൽ എബിലിറ്റി ഉണ്ടോ? കുട്ടി ചെറുപ്പത്തിൽ വിളിച്ചാൽ വിളിയേക്കില്ല. ചെക്കങ്ങനെ ആലോചിക്കായിരിക്കും ഇതെങ്ങനെ പരിപ്പെടുക്കാം. അപ്പോൾ അമ്മ വിളിക്കുക സുബൈറേ, ഓനെന്ത് സുബൈറ് ചെക്കൻ്റെ വിളിതോന്നു കഴിച്ചാൽ എന്ത് ചെയ്യും? ഉമ്മ വിളിക്കും സുബൈറേ, പിന്നെയും വിളിക്കും സുബൈറേ, പിന്നെയും വിളിക്കും സുബൈറേ. 4ാമത്തെ വിളിന്റെ കൂടെ ഒരു വിശേഷണം കൂടി ഉണ്ടാവില്ല. എന്താ അത് പറഞ്ഞേ? എന്താ പോത്തേന്നല്ലോ വിളിയേക്കാത്തവൻ എന്താ വിളിക്കുക? പൊട്ടൻ. ടയോട്ടന്റെ കമ്പനി ഒരു കാർ ഉണ്ടാക്കിയിട്ട് മുകളിൽ എഴുതി വെച്ചു പൊട്ട കാർ. നിങ്ങൾ വന്നു കുട്ടീനെ ഉണ്ടാക്കിയ കമ്പനി വിളിക്കാം കുട്ടീനെ പൊട്ടൻ. ആലോചിക്ക, ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടൊരു സാധനങ്ങളെ കുട്ടീനെ കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ മുന്നിൽ ഇരുത്തിയിട്ട് കുട്ടീനെ സൈഡിലാണ്ട് സ്റ്റൂളിൽ ഇരുത്തിയിട്ട് വാപ്പിയമ്മയും കൂടി നിവർന്നിങ്ങനെ ഇരുന്ന് ഞാൻ എന്ത് പറയും, ഒന്നുമില്ല സാറേ എനിക്ക് 3 മക്കളാണ്. 3 മക്കൾ. എന്നിട്ട് മൂത്തത് കുഴപ്പമില്ല അങ്ങനെ പോണ്ട്. അൽഹംദുലില്ല. ചെറുത് ഉഷാറാ. അൽഹംദുലില്ല. നടുക്കത്തെ സാറേ എന്താ കുഴപ്പം? എന്താ അറിയില്ല, ഒരു എന്താ ജന്മത്തിന് ഞാൻ കുട്ടി നന്നാവില്ല. ആർക്കും നന്നാക്കാൻ പറ്റും? ഉണ്ടാക്കിയ കമ്പനിയായി പറയണേ, രണ്ടാളും കൂടി ഉണ്ടാക്കിയ കമ്പനി പാർട്ണർഷിപ്പ് പറയാ. ഇനി ഞാൻ എത്ര ഉറക്കെ പറഞ്ഞാലും ആ കുട്ടി എവിടെയാ പ്രിയമുള്ളവരെ കയറി വരും ജീവിതത്തിൽ? ആരും വിളിച്ചോട്ടെ, ലോകത്താരും വിളിച്ചോട്ടെ,
ഉമ്മ വിളിക്കരുത് കുട്ടിയെ പൊട്ടാന്ന്, ഉമ്മ വിളിക്കരുത് കഴുതാന്ന്. ഉമ്മന്റെ വിളിക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്, അത് മനസ്സിലാക്കൂല ഉമ്മമാർക്ക്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസ, കാണാനും കുഴപ്പമില്ല, മുന്നിൽ ദേഷ്യ അല്ലേ? നമുക്ക് പെണ്ണുങ്ങളെ കുഴപ്പമുള്ള ദേഷ്യാണ് മുമ്പിൽ. അതാ ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഏത് വിദ്യാഭ്യാസമുള്ള പെണ്ണും ഉമ്മയാകുമ്പം വെറും തള്ളയാകും, പേരട്ട് തള്ള. എന്നിട്ട് കുട്ടികളാകെ നാശാക്കുക. ചിന്തിച്ചോക്കിയങ്ങളെ. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതം കൊണ്ട് നമ്മളുടെ പ്രതീക്ഷയായി നാളെ ലോകത്തിന് ഈ ഒരു പ്രബോധന പ്രസ്ഥാനത്തിനൊക്കെ നമ്മുടെ മക്കളെ സംഭാവന ചെയ്യണമെങ്കിൽ ഈ കുട്ടിയെ മനസ്സിലാക്കാതെ എങ്ങനെയാ നമുക്ക് ഈ കുട്ടിയെ വളർത്താൻ പറ്റുക? നിങ്ങൾ പറയും, എങ്ങനെയാ വളർത്താൻ പറ്റുക? ഇതൊക്കെയാണ് കുട്ടി. അപ്പൊ കുട്ടിക്ക് മെക്കാനിക്കൽ എബിലിറ്റി ഉണ്ടോ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി വളർത്താൻ. അതിങ്ങനെ ചാടിക്കളിച്ച് അങ്ങോട്ട് കളിച്ച് ഇങ്ങോട്ട് കളിച്ച് പ്രശ്നം ഉണ്ടാക്കി അല്ല, ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കൂല എന്നുമ്മ പറയും. പാവം, അതിനടങ്ങിക്കാൻ കഴിയില്ല. അതിന്റെ ചിന്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എങ്ങനെ കപ്പലുണ്ടാക്കാം, എങ്ങനെ ഇതുണ്ടാക്കാം, എങ്ങനെ മറ്റേത് പരിപ്പെടുക്കാം, പിന്നെ എങ്ങനെ ഇത് അടങ്ങിക്കാൻ കഴിയാം. അപ്പോ പിന്നെ ഇത്തിരി മെക്കാനിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അല്ലേ? കുട്ടി ഒരു ചെറിയ മോനെ അവന് ഇങ്ങനെ ഭയങ്കര ഇളക്ക മെക്കാനിക്കൽ എബിലിറ്റിയാ കുട്ടിക്ക്. ഉമ്മ എപ്പോഴും അവനോട് പറയാം, അടങ്ങിക്ക് 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 തന്നെ പറയാം. ഒരു ദിവസം രാവിലെ എണീച്ചപ്പോ ഈ ചെക്കൻ തീരുമാനിച്ചൊന്ന് അടങ്ങിക്കാൻ. ഓനോട് തീരുമാനം എടുത്ത് അടങ്ങി നിൽക്ക. മൂപ്പര് രാവിലെ എണീച്ച് പല്ലും തേച്ച് കൊലായിലെ കസേര വെക്കാണ്ട് ഒരു ഒറ്റ ഇരുത്ത. ഓനൊന്നുമില്ല. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഉമ്മ ഇങ്ങനെ വന്ന് നോക്കി, എന്താടാ കുട്ടികളൊന്നുമില്ല, നന്നായതാണ്. എനിക്കത് പറ്റുമോ? ഒന്നുമില്ലമ്മ. പിന്നെ ഉമ്മ കുപ്പായത്തിനോട് കൂടെ കൈയിട്ടുണ്ട്, തൊട്ട് വെക്കുക, പനിക്കുണ്ടോ തൊട്ട് നോക്കി. ചെക്കൻ പറഞ്ഞു, എന്തമ്മ? അല്ല എനിക്കെന്താ പറ്റുമോ? ഒന്നുമില്ലമ്മ, പനിക്കണ്ട. എന്നിട്ട് ഉമ്മ ഇങ്ങനെ അടുക്കള പോയിക്കാണ്ട് പിന്നെ ഭർത്താവിന്റെ അമ്മനോട്, മോനെന്തോ പറ്റും. അവൻ പിന്നെ മുപ്പത്തേര് പത്തിരിപ്പൊടി കഴിക്കാണ്. അപ്പൊ കൈ ഇങ്ങനെ റഫായിക്കുമല്ലോ, ആ കൈ പോകുന്നു എന്തോ പറ്റും. പിന്നെ ആ കൈയൊക്കെ പായത്തിനോട് കിട്ടുക, രാവിലെ തന്നെ തൊട്ട് വെക്കുക, പനിക്കുണ്ടോന്ന്. എന്നിട്ട് എനിക്കൊന്നുമില്ലാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യമ്മ വയ്ക്കാണ്ട് ആദ്യത്തെ സുബൈസ്കരിച്ച് കിടന്നുറങ്ങാണ് വല്യപ്പ. അപ്പ ഗൾഫില്ല. വല്യപ്പനെ എന്തെങ്കിലും നോക്കി നിങ്ങളിങ്ങനെ കിടന്നുറങ്ങാൻ മോനും പോകുന്നുണ്ട്. എന്താണ് മോനെ ഒന്ന് ഇരിക്കുന്നത് തന്നെ. വലിയ പുറക്കപ്പായ നനച്ചെന്നാണ്ട് ഉദരക്ക് പായത്തോട് കേട്ടിട്ടുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഒരൊച്ച, എനിക്ക് പണിമിന്റെ മുകളിൽ ഇറങ്ങണം. ഇതോടെ മര്യാദയ്ക്ക് ഇരിക്കല്ലേ, എന്നെ തൊട്ട് 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 പറഞ്ഞു വെച്ചല്ലേ. അപ്പൊ ഈ ചെക്കനെ അടങ്ങിയിരിക്കണേ കണ്ടാൽ ഉമ്മക്ക് സഹിക്കൂല, ചാടിക്കൊണ്ടിരിക്കണം. എന്നാലോ ചാടുമ്പോൾ കുഴപ്പം, ചാടിയില്ലെങ്കിൽ അവൻ കുഴപ്പം. കുട്ടീനെ എന്താ ചെയ്യണ്ടേ? ചോദിക്കുക. ഇതാ നമ്മളെ വീട്. അപ്പൊ മെക്കാനിക്കൽ എബിലിറ്റി ഉള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനിയോ ചില കുട്ടികളുണ്ടാവും ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, വല്ലാത്ത വായന, വല്ലാത്ത എഴുത്ത്, പ്രസംഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാ. ലാംഗ്വേജ് എബിലിറ്റി, ലിംഗ്വിസ്റ്റിക്, ഭാഷ വല്ലാതെ കൈകാര്യം ചെയ്ത് കളയും. ആ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാകും? വായന ഉണ്ടാകും, എഴുത്തുണ്ടാകും. ചില കുട്ടികൾ വായിക്കും, എഴുതൂല. ചില കുട്ടികൾ എഴുതും, വായിക്കും ചെയ്യും. ചില കുട്ടികൾ വായന എഴുത്തുണ്ടാവില്ല, പ്രസംഗിക്കും, നന്നായി സംസാരിക്കും. ഒരു വാക്കിന് പിറകെ അടുത്ത വാക്കുകൾ ഇടതടവില്ലാതെ അനർഘനിർഗളം നിർഗമിക്കും, മുത്തുകൾ കോർത്തെടുത്ത പോലെ. ആ കഴിവുള്ള ആളുകളാണ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള ആളുകൾ. അവർക്ക് സംസാരിക്കാൻ കഴിയണം. എല്ലാത്തും സംസാരിച്ചാലോ നിങ്ങൾ ഇരിക്കോ? നമ്മുടെ ഇസ്ലാമിലെ ഈ ഒരു കുടുംബം നമ്മളിവിടെ കൂടിയത് കുറച്ചേരൊക്കെ ഞങ്ങൾ വരും, നിങ്ങൾ എഴുതി തന്നേക്ക്, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചോളാം. എത്ര കേട്ട് കഴിയും മനസ്സിൽ. അപ്പൊ ഇങ്ങനെയുള്ള കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും. ചില ആൾക്കാർക്ക് വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റി, ഈ ബാക്കിൽ കാണുന്ന ബോർഡ് ഡിസൈൻ ചെയ്തത് ആ എബിലിറ്റി ഉള്ള ഒരു കുട്ടിയാ, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്. വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റി, ഒരു സ്ഥല പരിമാണ ബോധ ബുദ്ധി എന്ന് മലയാളം. ഒരു സ്ഥലം കണ്ടാൽ ആ സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു എഞ്ചിനീയർക്ക് എന്താ നമ്മൾ ചെയ്യുക? നമ്മളൊരു 5 സെന്റ് സ്ഥലം വാങ്ങി, സ്ഥലം കിടക്കുന്നത് പല പല ഷേപ്പില്ല, അവിടെ വീടുണ്ടാക്കണം. അതിൻ്റെ ഉള്ളിൽ വീടുണ്ടാക്കി തരും എഞ്ചിനീയർ. നമ്മളൊക്കെ എഞ്ചിനീയർ ആണെങ്കിലോ നമ്മൾ വീട് സ്ഥലം നോക്കിയിട്ട് പറയും ഇവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല, നിങ്ങൾ അപ്പുറത്തുനിന്ന് കുറച്ച് വാങ്ങിയിട്ട് ചതുരാക്കി തരില്ല. അപ്പൊ ഇങ്ങനെ വീടുണ്ടാക്കല്ലേ? അപ്പൊ ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കി തരും. സ്ഥല പരിമാണ ബോധ ബുദ്ധി. നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നോക്കുന്നത്, മൊബൈൽ ഫോൺ അത്രയും പോകുന്ന ഒരു ഫോണിന്റെ ഉള്ളിലുള്ള ഇത്തിരി പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയോ ഒതുക്കി വെച്ചത്. റേഡിയോ, TV, ക്യാമറ. ഇനിയിപ്പോ അതിൽ എന്താ ഒതുക്കാനുള്ളത്? വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC, ഇതല്ലാത്ത ബാക്കിയൊക്കെ ഇല്ലേ?
നിങ്ങൾ അത്രയും ചെറിയൊരു സാധനത്തിൽ എല്ലാം ഒതുക്കണ്ടേ? അതാണ് സ്ഥല പരിമാണ ബോധ ബുദ്ധി. ഈ കുട്ടിനെയാണ് എഞ്ചിനീയറിങ്ങിന് വിടേണ്ടത്, അല്ലാതെ എല്ലാത്തിനും പിടിച്ചാണ് എഞ്ചിനീയറിങ്ങിന് വിടരുത്. നമ്മുടെ നാട്ടില് എല്ലാ വിഷയത്തിനും ഇന്നോട് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോ പിന്നെ കുട്ടികൾ ചോദിച്ചു, കുട്ടികൾക്ക് ഒരു മോഡൽ ക്ലാസ് എടുക്കാൻ കുട്ടികൾ ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു കുട്ടികളെ കാര്യമായിട്ട്, സാർ എങ്ങനെയാ ഇങ്ങനൊക്കെ ആയത്? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാ. ഒന്ന്, ഞാൻ പഠിക്കുന്ന കാലത്ത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചില്ല, അൽഹംദുലില്ലാ. 2, ഞാൻ SLCക്ക് ഫുൾ A+ വാങ്ങിയില്ല. വാങ്ങിയ പെട്ട് അടുത്തവനെന്താ, ഒന്നുകിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയർ. എന്റെ ഭാഗ്യത്തിന് SLCക്ക് എനിക്ക് വല്ലാ മാർക്ക് കിട്ടിയില്ല. അനിയൻ പെട്ട് ഓൻ SLCക്ക് കുറെ മാർക്ക് വാങ്ങി, ഇവിടെ എഞ്ചിനീയറിങ്. അപ്പൊ നമ്മളെ അവസ്ഥ ഇതങ്ങനല്ല. ആ കുട്ടിക്ക് എന്ത് എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. മാത്തമാറ്റിക്കൽ എബിലിറ്റി, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനുമുള്ള എബിലിറ്റി. ഇങ്ങനെ മനുഷ്യന്റെ വ്യത്യസ്തമായ കഴിവുകൾ, ഒരുപാട് കഴിവുകൾ. ബോഡിലി കൈനസ്തെറ്റിക്, ചിലതെങ്ങനെയാ ഭയങ്കരമായ കളിയാ. എന്താ കളി? ശരീരം കൊണ്ട് ബുദ്ധി പ്രകടിപ്പിക്കുന്ന കുട്ടികള്, കളിക്കാര്. എന്തോരം നല്ല കളിക്കുന്നവര്, മെസ്സി, നെയ്മർ, സച്ചിൻ ടെണ്ടുൽക്കർ, ഇവർക്കൊക്കെ എന്താണ്, ഇവരൊക്കെ SLC പാസ്സായിട്ടുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ എന്തൊരു കളിയാ, അങ്ങനെ കളിക്കാൻ നമുക്ക് കഴിയുമോ? അത് ബോഡിലി കൈനസ്തെറ്റിക്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. അത്തരം കുട്ടികളെ ആ മേഖലയിലേക്ക് കയറ്റിവിടണം. ഇനി അടുത്തതോ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അതാണ് എല്ലാവർക്കും ഉണ്ടാണ്, ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാണ് ബുദ്ധി. മറ്റുള്ള ആളുകളെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും, മറ്റുള്ള ആളുകൾ, ചില കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും ഭയങ്കര പ്രശ്നക്കാരൊക്കെ. പക്ഷെ പുരയിൽ ആരെങ്കിലും വന്നാൽ ഒരു കെട്ടടിക്കും, പിന്നെ ഓരെന്നെ മതി. പുരയിന്ന് പോകുമ്പോൾ ആൾക്കാർ പറയും, ഇവൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സുഖാലേ. മറ്റാൾക്കാരെ സോപ്പിടാനും ഉപദേശിക്കാനൊക്കെ ഉഷാറായിരിക്കും, ഓനെ ഉപദേശിക്കാനും. കുട്ടികൾക്ക് വ്യത്യസ്ത ഏത് കഴിവ് നിങ്ങളുടെ കുട്ടിയെ എന്തിന് കൊള്ളാമെന്ന് കണ്ടെത്തലാണ് പാരന്റിങ്. എന്നിട്ടോ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്, ശരിയായ ജോലിക്ക് ശരിയായ മനുഷ്യനെ തിരഞ്ഞെടുക്കുക. ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, ഈ ചെക്കൻ പഠിച്ചത് എന്താ, നിങ്ങൾക്ക് IT വിദ്യാർത്ഥി, അവനെന്താ പണി തരുക? മികച്ച ജൈവ കർഷകൻ. എന്റെ കോളം നോക്കിയാൽ മുടിയൊന്നും ചെയ്യാതെ IT-കാരൊക്കെ നിൽക്കുക കോട്ടൊക്കെ ഇട്ടല്ലേ. ഇവൻ പഠിച്ചത് എന്താ? IT. ചെയ്യണതോ ജൈവ കർഷകൻ. എന്താ കാരണം? അവന്റെ കഴിവ് മനസ്സിലാക്കാതെ IT-ക്ക് വിട്ടിട്ട്. ഓരോരുത്തരും ഇങ്ങനെയാ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കിന്ന് പോവേണ്ടതൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയണം, മക്കളെ വളർത്താൻ മക്കളെ അറിയണം. അറിഞ്ഞ വളർത്താൻ എളുപ്പമാണ്, തിരിച്ചുവിടാനും എളുപ്പമാണ്. അല്ലാതെ കുറേ തിന്നാൻ കൊടുത്ത് ഇവരെ കുറെ ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് അടിച്ചമർത്തി മുന്നോട്ട് പോയാലൊന്നും ഈ കുട്ടികള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലാതെ ആ കുട്ടികളുടെ ജീവിതത്തിന് നന്മയായി അത് ഭവിക്കില്ല എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഒരു നല്ല രക്ഷിതാവാകും, നല്ല ബാപ്പയാകും, നല്ല ഉമ്മയാകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊക്കെ കടന്നു വരണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകണം. എങ്കിലേ നമ്മുടെ മക്കളെ രാജ്യത്തിനും വീടിനും ഈ ഒരു പ്രബോധന പ്രസ്ഥാനത്തിനുമൊക്കെ ഉതകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ച മനോഹരമായ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ അൽഹംദുലില്ലാ ഇവിടെ ജിദ്ദയിൽ ഇങ്ങനെ ഒരു ഇസ്ലാഹി സെന്റർ നമുക്ക് കിട്ടാനും ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഏവരും ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി ഇങ്ങോട്ട് പറയട്ടെ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ ശരി. പക്ഷേ ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും എങ്ങനൊക്കെ നോക്കിയാലും നമ്മുടെ മക്കൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടമാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്ന കുട്ടികൾ ആരാന്നറിയാം നിങ്ങൾക്ക്? ഇതിൽ മെക്കാനിക്കൽ എബിലിറ്റിയുള്ള കുട്ടികളാണ്. അത്തരം കുട്ടികൾ എത്തിപ്പെടുക പ്രൊഫഷണൽ കോളേജുകളിലാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുന്ന കുട്ടികളിൽ വെറും 4% കുട്ടികളാണ് 4 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത് എന്നാണ് കേരള ഗവൺമെന്റ് കണക്ക്. ബാക്കിയൊക്കെ തെറ്റിപ്പോവുക, നെഗറ്റീവായിട്ട് പോവുകയാണ്. പഠിക്കേണ്ട പുസ്തകങ്ങൾ അടുക്കി വെക്കേണ്ട അളമാറകളിൽ കുടിച്ചു തീർത്ത കള്ളും കുപ്പികൾ ഡിസൈൻ ചെയ്ത് വെച്ച എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലുകൾ നിങ്ങൾക്ക് കാണാം. അവിടെ നമ്മുടെ കുട്ടി എത്തിപ്പെടുമ്പോൾ ഇത് പഠിക്കാതെക്കാൻ പറ്റുമോ? കുട്ടിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുമോ? മെഡിസിൻ പഠിക്കാൻ പറ്റുമോ? കുട്ടി
പ്രൊഫഷണൽ കോളേജ് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മളിതൊക്കെ പേടിച്ച് കുട്ടിയെ വിടാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വിടണം. നമ്മളിങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ തിന്മകളുടെ കേന്ദ്രത്തിൽ നമ്മുടെ കുട്ടി പഠിക്കണ്ടാവും. പക്ഷെ അത് കോളേജിനെ കുറ്റം പറഞ്ഞത് കൊണ്ടൊന്നും ആയില്ല. അത്തരം കുട്ടികൾ എന്തൊക്കെ കഴിവുണ്ടെങ്കിലും വൃത്തികേടുകൾക്കും വേണ്ടാത്തരങ്ങൾക്കും പിറകെ പോകുന്ന മക്കൾ, ഈ മക്കളെ തിരിച്ചു പിടിക്കാൻ ഒറ്റ മാർഗമുള്ളൂ. അവർക്ക് മതബോധത്തിന്റെ പുതപ്പിച്ചു കൊടുക്കണം. എങ്കിൽ നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല മെക്കാനിക്കൽ എബിലിറ്റി ഉള്ള മകനെ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിച്ച് വളർത്തി വലുതാക്കി ആ കുട്ടി എൻട്രൻസ് എഴുതിയിട്ട് മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടിക്ക് എഞ്ചിനീയറിംഗിന് കിട്ടി. ബാപ്പയും ഉമ്മയും ഒക്കെ കാറുമെടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ അഡ്മിഷനും വാങ്ങിയിട്ട് ആ ബാപ്പയും ഉമ്മയും തിരിഞ്ഞു നടക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഗേറ്റിൽ നിന്ന് ഒന്നുകൂടി ബാപ്പ അഭിമാനത്തിൽ നോക്കി, എന്റെ മോൻ 4 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഒരു എഞ്ചിനീയർ ആയിട്ട് എന്ന അഭിമാനത്തോടെ ബാപ്പ തിരിച്ചുപോയി. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മകനെ ബാപ്പക്ക് തിരിച്ചു കിട്ടിയത് 1-ാം തരം കള്ളുകുടിയനും കഞ്ചാവിന് അടിമയുമായിട്ട്. നമ്മുടെ ബാംഗ്ലൂരിലെ നിംഹാൻസിൽ ആ ചെറുക്കിന് 21 ദിവസം അഡ്മിറ്റ് ചെയ്ത് ആ കുട്ടിക്ക് ഡി അഡിക്ഷന്റെ ചികിത്സ നൽകി. ഇപ്പോ ഡിപ്രഷൻ ബാധിച്ചു വീട്ടിനകത്ത് തടി പിടിച്ച് മിണ്ടാതിരിക്കുന്ന ശവം കണക്കെയുള്ള ഒരു കുട്ടിക്ക് കൂട്ടിരിക്കുകയാണ് ആ മാതാപിതാക്കളെ നോക്കണം. ഇവിടെയാണ് അത്തരം കുട്ടികളെ അത്തരം ക്യാമ്പസുകളിൽ നിന്ന് തിന്മയിൽ അകപ്പെട്ടു പോകാതെ നന്മയിലേക്ക് നല്ല ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട്. അതിന്റെ പേര് പ്രോഫ്കോൺ എന്നാണ്. നിങ്ങളൊക്കെ ഈ വരുന്ന മാർച്ച് മാസത്തിൽ 8 മുതൽ 10-ാം തീയതി വരെ പെരിന്തൽമണ്ണ വെച്ച് പ്രോഫ്കോൺ നടക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി ഏത് കോഴ്സിന് പഠിക്കണമെങ്കിലും ഡിഗ്രി, സാധാരണ ഒരു ഡിഗ്രിക്ക് അപ്പുറത്തേക്കുള്ള ഏത് കോഴ്സും ആ പ്രോഫ്കോണിന് പരിഗണിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല പാതയൊരുക്കി കൊടുക്കാൻ, അവന് ദീനിന്റെ ഒരു പുതപ്പിട്ട് കൊടുക്കാൻ മാർച്ച് 8, 9, 10 തീയതികളിൽ പെരിന്തൽമണ്ണ വെച്ച് മനോഹരമായി നടത്തപ്പെടുന്നു. കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകരും മോട്ടിവേറ്റർമാരും ഒക്കെ സംസാരിച്ച് കുട്ടികളുടെ മനസ്സിനകത്ത് ദീനി കയറ്റുന്ന പ്രോഫ്കോണിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ പറഞ്ഞയക്കണം. മക്കൾക്ക് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഈ രൂപത്തിൽ കോളേജുകളിൽ ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യണം, നാട്ടിൽ വിളിച്ചറിയിക്കണം. ഇതിന്റെ പുറത്ത് പ്രോഫ്കോണിന്റെ ഒരു കൗണ്ടറുണ്ട്, നിങ്ങൾ തുറന്നു വെക്കണം. ആ കൗണ്ടറിൽ നിങ്ങൾ എത്തിയിട്ട് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം മക്കൾ നാട്ടിലുണ്ടെങ്കിൽ നമ്പർ കൊടുത്ത് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്താൽ അവിടുന്ന് നമ്മുടെ കുട്ടികളെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടിയെ പ്രോഫ്കോണിന് എത്തിക്കും. നഷ്ടമാവില്ല നിങ്ങളുടെ കുട്ടിക്ക് പ്രോഫ്കോൺ. കാരണം മാറ്റത്തിന്റെ വലിയ വലിയ തിരമാലകൾ ആ പ്രോഫ്കോണിനകത്ത് ഉണ്ടാക്കുന്നത് നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുട്ടിക്കൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ക്ഷണിക്കുന്നു, നമ്മള് പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന പ്രോഫ്കോണിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഓരോരുത്തരെയും അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ മറക്കാതെ നിങ്ങൾ ഈ വേദി വിട്ടുപോകണം. ഇൻഷാ അല്ലാഹ് എല്ലാ വിധത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ച് മക്കളെ മുന്നോട്ട് കൊണ്ടുപോയി നാളെ ഈ ലോകത്തും പരലോകത്തുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി റബ്ബ് മക്കളെ മാറ്റുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.